ഹലോ, ഗുഡ് ഈവനിങ്. ഹലോ, ഓഡിബിൾ അല്ലേ? നല്ല റെസ്പോൺസ് ഒക്കെ കിട്ടുന്നുണ്ട്. നമുക്കൊരു 7:05 വരെ വെയിറ്റ് ചെയ്യാം അല്ലേ? ജോയിൻ ചെയ്തുകൊണ്ട് നിൽക്കുക തോന്നുന്നുണ്ട്. എങ്ങനെ പോകുന്നു? പ്രിപ്പറേഷൻസ് ഒക്കെ എങ്ങനെ പോകുന്നുണ്ട്? പ്രിപ്പയർ ചെയ്യുന്നുണ്ടോ? എന്തേലൊക്കെ പറടോ. ഇങ്ങനെ ഭയങ്കര ബോറായി പോയിട്ടോ ഞാൻ മാത്രം സംസാരിച്ച. ചെറുതായിട്ടൊന്നൊക്കെ. കുഴപ്പമില്ല. ഇന്ന് നമ്മൾ ഇത് ജികെ ആണ്. ഭയങ്കര ഡ്രൈ ആയിട്ടുള്ള സബ്ജക്റ്റ് ആണ്. ഇങ്ങനെ പറഞ്ഞു പഠിക്കാൻ പറ്റിയൊരു അത്ര എന്താ പറയാ, ഭയങ്കര ഇന്ററാക്റ്റീവ് ആയിട്ട് കൊണ്ടുപോകാൻ പറ്റും. എന്തോ പറഞ്ഞു സുഹാന? 7:05 ആയില്ലേ? നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. സ്റ്റാർട്ട് ചെയ്യാം. ഓക്കെ ഓക്കെ. ഞാൻ പ്രസന്റേഷൻ ഇടുന്നുണ്ട്. ഒരു മിനിറ്റ്. ഹലോ അജ്മൽ, ഇത് പ്രസന്റ് ചെയ്യാൻ എന്തോ ബുദ്ധിമുട്ടുണ്ടല്ലോ. നോട്ട് അലൗഡ് എന്നാ കാണിക്കുന്നു സ്ക്രീന് പ്രസന്റ് ചെയ്യാൻ.
പ്രസന്റ് ചെയ്യുന്ന കാണുന്നുണ്ടോ? ഹലോ, കാണുന്നുണ്ടല്ലോ അല്ലേ? ഇന്നത്തെ ടോപ്പിക്സ് ഇതൊക്കെയാണ്: ലിറ്ററേച്ചർ, സ്പോർട്സ്, ഇന്റർനാഷണൽ ഓർഗനൈസേഷൻ, സയൻസ് ആൻഡ് ഇന്നോവേഷൻ. കേൾക്കുന്നുണ്ടല്ലോ അല്ലേ? വിസിബിൾ അല്ലേ? അപ്പോൾ എന്തെങ്കിലും ട്രബിൾ ഉണ്ടെങ്കിൽ അൺമ്യൂട്ട് ചെയ്ത് പറയണം കേട്ടോ. അപ്പോൾ നമ്മൾ ഫസ്റ്റ് ടോപ്പിക് എന്ന് പറയുന്നത് ബുക്കർ പ്രൈസിനെ കുറിച്ചാണ്. എല്ലാവരും കേട്ടിട്ടുണ്ടാവുമല്ലോ അല്ലേ? ബുക്കർ പ്രൈസ് ഒരു ഇൻ്റർനാഷണൽ ആയിട്ട് കൊടുക്കുന്ന പ്രൈസാണ്. അത് മെയിനായിട്ട് എന്താ പറയുക, ബുക്കർ പ്രൈസ് എന്ന് പറയുന്നത് വൺ ഓഫ് ദ മോസ്റ്റ് പ്രസ്റ്റീജിയസ് ലിറ്റററി അവാർഡ് ഇൻ ദ വേൾഡ്. ഇൻ ദ വേൾഡിൽ തന്നെ മോസ്റ്റ് പ്രസ്റ്റീജിയസ് ആയിട്ടുള്ള ഒരു ലിറ്ററേച്ചർ വർക്ക്സിന് വേണ്ടി, മെയിനായിട്ട് നോവൽസിന് ഫോക്കസ് ചെയ്തിട്ടുള്ളൊരു പ്രൈസാണ് ബുക്കർ പ്രൈസ് എന്ന് പറയുന്നത്. ഇറ്റ് ഈസ് അവാർഡഡ് ആനുവലി ടു ദ ബെസ്റ്റ് നോവൽ റിട്ടൺ in English, best novel written in English and published in UK or Ireland. യുകെയിലോ അയർലൻഡിലോ പബ്ലിഷ് ചെയ്ത ഏറ്റവും ബെസ്റ്റ് നോവലിന് കൊടുക്കുന്ന ഒരു അവാർഡാണ് ഈ ബുക്കർ പ്രൈസ് എന്ന് പറയുന്നത്. ദ പ്രൈസ് ഹൈലൈറ്റ്സ് ലിറ്റററി എക്സലൻസ് ആൻഡ് ഗ്ലോബൽ സ്റ്റോറി ടെല്ലിംഗ്. ഇത് പ്രാവശ്യം കിട്ടിയിട്ടുള്ള ആള് ഫ്ലഷ് എന്ന് പറയുന്ന ഒരു ബുക്കിനാണ്. ഡേവിഡ് സാലി 2025 കിട്ടിയത് ഡേവിഡ് സാലി എന്ന ആൾക്കാണ്. ബുക്കിൻ്റെ പേരാണ് ഫ്ലഷ്. അത് ഹംഗേറിയൻ ബ്രിട്ടീഷ് ഓതറാണ്. ഈ സ്റ്റോറി മെയിനായിട്ട് ഫോക്കസ് ചെയ്യുന്ന ഒരു ആളെ ജേണി ഫ്രം പോവർട്ടി ഇൻ ഹംഗറി ടു വെൽത്ത് ഇൻ ലണ്ടൻ. ഈ പ്രൈസ് അനൗൺസ് ചെയ്തത് 10th November 2025 ആൻഡ് ഇറ്റ് വാസ് പ്രൈസ്ഡ് ബൈ, അല്ലെങ്കിൽ ഇതിനൊരു പ്രശംസ നൽകിയ ഒരാളാണ് ജഡ്ജ് റോഡി ഡോയിൽ ഫോർ ഇറ്റ്സ് സ്പെഷ്യൽ അല്ലെങ്കിൽ സ്പൈസ് നെറേറ്റീവ് സ്റ്റൈൽ. അതിൻ്റെ നെറേറ്റീവ് സ്റ്റൈലിന് വേണ്ടിയിട്ട് ഒരു പ്രശംസ നൽകിയ ഒരാളെ നമുക്ക് പറയാം റോഡി ഡോയിൽ. അപ്പോൾ ഈ 2005 ഇത് കിട്ടിയത്, ഇത് ഭയങ്കര മീൻസ് കറണ്ട് അഫയേഴ്സ് ആണ് മെയിനായിട്ട് ചോദിക്കുന്നൊക്കെ ആയതുകൊണ്ട് നമുക്ക് ഇതൊരു ഇമ്പോർട്ടൻറ്റ് അല്ലെങ്കിൽ ക്ലീൽ എപ്പോഴും വരുന്ന ഒരു ഏരിയ ആണ് പ്രൈസ്, ബുക്കർ പ്രൈസിൻ്റെ ഏരിയ. ഇടയ്ക്കിടയ്ക്ക് ക്വസ്റ്റ്യൻ പേപ്പറിൽ നമുക്ക് കാണാൻ പറ്റും. അപ്പോൾ 2025 അതിപ്പോൾ കറണ്ട് അഫയേഴ്സുമായിട്ട് ബന്ധപ്പെട്ടായതുകൊണ്ട് നമുക്ക് അതെന്തായാലും എക്സ്പെക്ട് ചെയ്യാൻ പറ്റുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. ഇപ്പോൾ ക്ലീലാണെങ്കിലും അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും എൻട്രൻസ് എക്സാമിലാണെങ്കിലും. അപ്പോൾ 2025 അത് കിട്ടിയത് ഫ്ലഷ് എന്ന് പറഞ്ഞ ബുക്കിനാണ്. മറക്കരുത്, ഫ്ലഷ്, ഡേവിഡ് സാലി. അപ്പോൾ ഇത് ആനുവലി അനൗൺസ് ചെയ്യുന്ന ഒരു അവാർഡ് ആയതുകൊണ്ട് നമുക്കറിയാം. നമുക്ക് ലാസ്റ്റ് അല്ലെങ്കിൽ കറണ്ട് ആയിട്ടുള്ള കാര്യങ്ങളും കൂടെ ഒന്ന് നോക്കി നോക്കാം. അല്ലെങ്കിൽ 2024 കിട്ടിയത് ഓർബിറ്റൽ ബൈ സാമന്ത ഹാർവി, ഒരു ബ്രിട്ടീഷ് ഓതറാണ്. അങ്ങോട്ടൊന്നും അത്ര ഡീപ്പായിട്ട് ചോദിക്കില്ല. ഈ ബുക്കിൻ്റെ പേരും ഓതറിൻ്റെ പേരും ഈ ഇയറും മാത്രം ഒന്ന് ക്ലിയർ ആയിട്ട് മനസ്സിൽ വെച്ചാൽ മതി. 2023 അത് പ്രോഫിറ്റ് സോങ്, പോൾ ലിഞ്ച് ഒരു ഐറിഷ് റൈറ്ററാണ്. പോൾ ലിഞ്ചിൻ്റെ പ്രോഫിറ്റ് സോങ് എന്ന ബുക്കിനാണ് ഈ ബുക്കർ പ്രൈസ് കിട്ടിയിട്ടുള്ളത്. 2022 ദ 7 മൂൺസ് ഓഫ് മൈലി അൽമണ്ട, ഷഹീൻ കരുണ തിലക്, ഒരു ശ്രീലങ്കൻ പോയിറ്റിനാണ് കിട്ടിയിട്ടുള്ളത്. ഈ ബുക്കർ പ്രൈസ് ആദ്യമായിട്ട് ഇന്ത്യയിൽ കിട്ടിയിട്ടുള്ള അരുന്ധതി റോയ്, ദ ഗോഡ് ഓഫ് സ്മോൾ തിങ്സ്. ക്വൈറ്റ് ഫേമസ് ആണ് അരുന്ധതി റോയ് ഇന്ത്യൻ ലിറ്ററേച്ചറിലും ഓവറോൾ വേൾഡിൽ. അപ്പോൾ ഗോഡ് ഓഫ് സ്മോൾ തിങ്സ് അരുന്ധതി റോയുടെ ഒരു ഐക്കോണിക് ബുക്കാണ് ഗോഡ് ഓഫ് സ്മോൾ തിങ്സ്. ദ ഗോഡ് ഓഫ് സ്മോൾ തിങ്സിന് 1997 ഫസ്റ്റ് ഇന്ത്യൻ വിന്നറാണ്. ഫസ്റ്റ് ഇന്ത്യൻ winner to won the Booker Prize അത് അരുന്ധതി റോയ് ആണ്. ദ ഗോഡ് ഓഫ് സ്മോൾ തിങ്സ് ഇൻ 1997. പിന്നെ ഈ ബുക്കർ പ്രൈസിനെ പറ്റി കാര്യമായിട്ട് പറയുകയാണെങ്കിൽ ഇറ്റ് ഈസ് എസ്റ്റാബ്ലിഷ്ഡ് ഇൻ 1969 എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. 1969 എസ്റ്റാബ്ലിഷ് ചെയ്ത് റൺ ബൈ ദ ബുക്കർ പ്രൈസ് ഫൗണ്ടേഷൻ. മെയിനായിട്ട് ഫോക്കസ് ചെയ്യുന്ന ഫിക്ഷൻ റൈറ്റിങ്ങിനാണ്. മെയിനായിട്ട് നമ്മൾ നേരത്തെ പറഞ്ഞല്ലോ, നോവലിനെ ബേസ് ചെയ്തിട്ടാണ് ഇത് മെയിനായിട്ട് കൊടുക്കുന്നതെന്ന്. അപ്പോൾ ഫിക്ഷൻ റൈറ്റിങ്ങിനാണ് ഇത് മെയിനായിട്ട് ഫോക്കസ് ചെയ്യുന്നത്. പിന്നെ നമുക്ക് വേറൊരു
കാര്യം പറയാനുള്ളത്, JM കോട്സി, JMCOETZEE, JM കോട്സി എന്ന് പറഞ്ഞ ഒരാൾ ഒരു ഒരു എന്താ പറയുക യൂറോപ്യൻ റൈറ്ററാണ്. അയാൾക്ക് കിട്ടിയത് ടോയ്സ് അല്ലെങ്കിൽ ബുക്കർ പ്രൈസ് 2 പ്രാവശ്യം വിൻ ചെയ്ത ഒരാളാണ് ഈ JM കോട്സി എന്ന് പറയുന്നത്. ഒന്ന് 1983 ഒന്ന് 1999. 1983 അയാൾക്ക് കിട്ടിയ ബുക്കിൻ്റെ പേരെന്താ പറഞ്ഞാൽ ലൈഫ് ആൻഡ് ടൈംസ് ഓഫ് മൈക്കിൾ കെ. ആൻഡ് 1999 കിട്ടിയത് ഡിസ്ഗ്രേസ് പറഞ്ഞ ബുക്കിനാണ്. അപ്പോൾ ഇത് ഇപ്പോൾ ഈ ബുക്കർ പ്രൈസ് ടോയ്സ് കിട്ടിയ ജേതാവ് ആരാ, അല്ലെങ്കിൽ ബുക്കർ പ്രൈസ് ടോയ്സ് കിട്ടിയ ആളാരാന്നൊക്കെ ചോദിച്ചാൽ നമുക്ക് JM കോട്സി എന്ന് ആൻസർ ചെയ്യണം. പിന്നെ പറയാനുള്ളത് ഇന്റർനാഷണൽ ബുക്കർ പ്രൈസ് ആണ്. അവാർഡഡ് ഫോർ ട്രാൻസ്ലേറ്റഡ് ലിറ്ററേച്ചർ, പ്രൈസ് ഷെയർഡ് ഈക്വലി ബിറ്റ്വീൻ ദ ഓതർ ആൻഡ് ട്രാൻസ്ലേറ്റർ. അപ്പോൾ ഇത് ട്രാൻസ്ലേറ്റ് ചെയ്ത, ഇപ്പോൾ ഇന്ത്യൻ വർക്ക്സ് ആണെങ്കിൽ ഇന്ത്യൻ വർക്ക്സ് അല്ലെങ്കിൽ ഇന്ത്യൻ ലാംഗ്വേജിൽ എഴുതിയ ഒരു വർക്ക് അത് ഇംഗ്ലീഷിലേക്ക് ട്രാൻസ്ഫർ ചെയ്ത് അവിടെ പബ്ലിഷ് ചെയ്ത് അവിടെ ഒരു സ്പേസ് കണ്ടെത്തിയ ബുക്സിനൊക്കെയാണ് ഇന്റർനാഷണൽ ബുക്കർ പ്രൈസ് കൊടുക്കുന്നത്. അപ്പോൾ ഈ ഇന്റർനാഷണൽ ബുക്കർ പ്രൈസ് ഈ എഴുതിയ ആൾക്ക് മാത്രമല്ല കൊടുക്കുക, ഇത് ഇംഗ്ലീഷിലേക്ക് അല്ലെങ്കിൽ ഇംഗ്ലീഷിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്ത ട്രാൻസ്ലേറ്ററിനും കൂടെ കൊടുക്കും. ഇവർ രണ്ടാളും കൂടെ ഷെയർ ചെയ്തിട്ടാണ് ഈ ഇന്റർനാഷണൽ ബുക്കർ പ്രൈസ് കിട്ടുന്നത്. അപ്പോൾ ഇത് 2025 ആർക്കാ കിട്ടിയതെന്ന് ചോദിച്ചാൽ ഇന്ത്യയിലാണ് കിട്ടിയത്. ഒരു ബാനു മുസ്താഖ് എന്ന ഒരു കനാഡിയൻ റൈറ്ററാണ്, കന്നഡയാണ്. ബാനു മുസ്താഖിൻ്റെ ബുക്ക് ഏതാന്ന് വെച്ചാൽ ഹേർട്ട് ലംബ്. ഇതൊരു ഒറിജിനൽ വേർഷൻ ഇതിൻ്റെ കന്നഡ ആയിരിക്കും. ഇത് ട്രാൻസ്ലേറ്റ് ചെയ്തത് ദീപ ബാസ്തി ഇത് ട്രാൻസ്ലേറ്റ് ചെയ്തു. ഈ ട്രാൻസ്ലേറ്റർക്കും കിട്ടും, നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ഈ ട്രാൻസ്ലേറ്റർക്കും കിട്ടും, ഈ ഓതറും കൂടെ ഈക്വലി ഷെയർ ചെയ്തിട്ടാണ് ഈ അവാർഡ് എടുക്കുക. അപ്പോൾ 2025 ഹേർട്ട് ലംബ്. അപ്പോൾ ഓതറിൻ്റെ പേര് ബാനു മസ്താഖ്, ഇന്ത്യ. ട്രാൻസ്ലേറ്റർ ദീപ ബാസതി. ലാംഗ്വേജ് കന്നഡ ലാംഗ്വേജിൽ എഴുതിയ ഒരു ബുക്കിനാണ്. ഇത് ഫസ്റ്റ് കന്നഡ വർക്ക് ഫസ്റ്റ് ഷോർട്ട് സ്റ്റോറി കളക്ഷൻ ടു വിൻ, മീൻസ് കന്നഡയിൽ തന്നെ ആദ്യത്തെ ബുക്കർ പ്രൈസ്, ഇന്റർനാഷണൽ ബുക്കർ പ്രൈസ് വിൻ ചെയ്യുന്നത്. അതേപോലെ ഫസ്റ്റ് ഷോർട്ട് സ്റ്റോറി കളക്ഷൻ വിൻ ചെയ്യുന്ന ആദ്യത്തെ ബുക്കർ പ്രൈസ് ഈ ബുക്കാണ്, ഹേർട്ട് ലാംബ്. അനൗൺസ്ഡ് ഓൺ 20th May 2025 ഇൻ ലണ്ടൻ. പിന്നെ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഈ ഇയർ മാത്രമല്ല, കറസ്പോണ്ടിങ് ആയിട്ട് ബാക്കിലുള്ള 2-3 ഇയറിൻ്റെ കൂടെ നമുക്ക് നോക്കാം. 2024 കൈറോസ് പറഞ്ഞ ബുക്കിനാ കിട്ടിയ. ദ ഓതർ ഈസ് ജേണി, കാണുന്നുണ്ടല്ലോ അല്ലേ, ജേണി എർപ്പൻ ബെക്ക്, ജർമ്മൻ റൈറ്ററാണ്. ഇതിൻ്റെ ട്രാൻസ്ലേറ്റ് ചെയ്തത് മൈക്കൽ ഹോഫ്മാൻ ആണ്. 2023 ടൈം ഷെൽട്ടർ പറഞ്ഞ ബുക്കിനാണ് കിട്ടിയത്. ഇത് ബുൾഗേറിയൻ റൈറ്ററായ ജോർഗി ഗോസ്പോണ്ടോവിൻ്റെ അയാളാണ് ഓതർ. ട്രാൻസ്ലേറ്റർ വരുന്നത് ഏഞ്ചല റോഡലാണ്. ഈ 2022 കിട്ടിയത് തോമസ് സാൻഡ്. അതിൻ്റെ ഒറിജിനൽ വേർഡാണ് റത്ത് സമാധി. തോമസ് സാൻഡ് വീണ്ടും ഒരു ഇന്ത്യൻ ബുക്കാണ്, ഒരു ഇന്ത്യൻ ഓതറാണ്. ഗീതാഞ്ജലി ശ്രീ പറഞ്ഞ ഇന്ത്യൻ ഓതർ ബുക്കാണ്. ഇത് ട്രാൻസ്ലേറ്റ് ചെയ്തത് ഡേസി റോക്ക്വെൽ. ഫസ്റ്റ് ഹിന്ദി ലാംഗ്വേജ് ബുക്ക് ടു വിൻ. അപ്പോൾ 2022 ഫസ്റ്റ് ഹിന്ദി ലാംഗ്വേജിന് ഒരു ബുക്കർ പ്രൈസ് അല്ലെങ്കിൽ ഇന്റർനാഷണൽ ബുക്കർ പ്രൈസ് വിൻ ചെയ്തത്. അതേപോലെ 2025 കനേഡിയൻ അല്ലെങ്കിൽ കന്നഡയിൽ നമുക്ക് ഹേർട്ട് ലംബിനാണ് ഫസ്റ്റായിട്ട് 2025 കിട്ടുന്നത്. ഓക്കെ ആണോ ഗൈസ്? ഹലോ. അപ്പോൾ ബുക്കർ പ്രൈസിനെ പറ്റി മെയിനായിട്ട് പറയാൻ ഇത്രയേ ഉള്ളൂ, മീൻസ് ക്ലീ സംബന്ധിച്ച് ഇത്രയേ ഉള്ളൂ. ഇനി നമുക്ക് അടുത്ത ടോപ്പിക്ക് പോവാം. ഇതൊന്നുകൂടെ മെയിനായിട്ടുള്ള കാര്യങ്ങൾ നമുക്ക് വേണമെങ്കിൽ ഒന്നുകൂടെ പറഞ്ഞു പോവാം. ബുക്കർ പ്രൈസ് ആനുവലി ആണ് പ്രൊണൗൺസ് ചെയ്യുന്നത്, അല്ലെങ്കിൽ ആനുവലി ആണ് ഈ ബുക്കർ പ്രൈസ് അവാർഡ്
എന്താ പറയുക കൊടുക്കുന്നത്. ഇൻ ഇംഗ്ലീഷ് ബെസ്റ്റ് നോവൽ ഇൻ ഇംഗ്ലീഷിലുള്ള ബെസ്റ്റ് നോവൽ വിച്ച് ഈസ് പബ്ലിഷ്ഡ് ഇൻ UK ആൻഡ് അയർലൻഡ്. അപ്പോൾ ഇതിൽ 2025 കിട്ടിയത് ഫ്ലഷ് എന്ന് പറഞ്ഞ ബുക്കിനാണ്. ഡേവിഡ് സാവേക്കിയാണ് റൈറ്റർ. പിന്നെ ഇൻ്റർനാഷണൽ ബുക്കർ പ്രൈസ് ട്രാൻസ്ലേറ്റഡ് ലിറ്ററേച്ചർ, ഇംഗ്ലീഷിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്ത ലിറ്ററേച്ചർ വർക്ക്സിന് വേണ്ടി കിട്ടുന്ന ഒരു പുരസ്കാരമാണ് ഇൻ്റർനാഷണൽ ബുക്കർ പ്രൈസ്. ഇത് 2025 കിട്ടിയത് ഹേർട്ട്ലംബാണ്. ഇന്ത്യൻ ഓതറാണ് ബാനു മസ്താക്ക്. ഇന്ത്യൻ ഓതർ ആയതുകൊണ്ട് ചിലപ്പോൾ റെലവൻ്റ് ആവാൻ അല്ലെങ്കിൽ ചോദിക്കാൻ ചാൻസ് ഉള്ള ഒരു ഏരിയ ആണ്. അപ്പോൾ 2025 ഹേർട്ട്ലാംബ് പറഞ്ഞ ബുക്ക്, ഓതർ മാനു മസ്താക്ക്, ട്രാൻസ്ലേറ്റർ ദീപ ബാസതി, ലാംഗ്വേജ് കാനഡ. പിന്നെ അടുത്ത ടോപ്പിക്ക് ക്രിക്കറ്റാണ്. ക്രിക്കറ്റ് ഫാൻസ് ഒക്കെ ഉണ്ടാവുമല്ലോ അല്ലേ. ICC ക്രിക്കറ്റ് വേൾഡ് കപ്പ്. ICC ക്രിക്കറ്റ് വേൾഡ് കപ്പ് ഇൻ്റർനാഷണൽ ക്രിക്കറ്റ് കൗൺസിലാണ് ICC ക്രിക്കറ്റ് വേൾഡ് കപ്പ് ഒക്കെ നടത്തുന്നത്. നമുക്കറിയാം അടുത്ത 2025 വിന്നർ ഓസ്ട്രേലിയ ആണ്. ഇതിൻ്റെ ഹോസ്റ്റ് പറയുന്നത് ഓസ്ട്രേലിയ ആൻഡ് ന്യൂസിലാൻഡ് ആണ്. റണ്ണറപ്പ് കിട്ടിയ ന്യൂസിലാൻഡിനാണ്. 2029 4 വർഷം കൂടുമ്പോഴാണല്ലോ നടക്കുന്നത്. അപ്പോൾ 2019 വിന്നറായത് ഇംഗ്ലണ്ടാണ്. ഹോസ്റ്റ് ഇംഗ്ലണ്ട് ആൻഡ് വെയിൽസ് ആണ്. റണ്ണറപ്പ് ന്യൂസിലാൻഡാണ്. അതേപോലെ 2023 വിന്നറായത് ഓസ്ട്രേലിയ. ഹോസ്റ്റ് ഇന്ത്യ ആയിരുന്നു. റണ്ണറപ്പ് ഇന്ത്യക്ക്. ICC വേൾഡ് കപ്പ് 2027 അടുത്ത ODI വേൾഡ് കപ്പ് ഹോസ്റ്റ് നടക്കാൻ പോകുന്നത്. ഈ ODI എന്ന് പറഞ്ഞാൽ 1 ഡേ ഇൻ്റർനാഷണൽ ആണ്. അപ്പോൾ 2027 ഇത് ഹോസ്റ്റ് ചെയ്യുന്ന ആരൊക്കെ വെച്ചാൽ സൗത്ത് ആഫ്രിക്ക, സിംബാബ്വെ, നാംബിയ പറഞ്ഞ ഈ 3 കൺട്രീസിലാണ്. ഈ നാംബിയയിൽ ആദ്യമായിട്ടാണ്, ഈ ഫസ്റ്റ് ടൈമാണ് ഈ വേൾഡ് കപ്പ് അല്ലെങ്കിൽ ODI വേൾഡ് കപ്പ് ഹോസ്റ്റ് ചെയ്യുന്നത്. നാംബിയ ഫസ്റ്റ് ടൈമാണ്. അപ്പോൾ 2023 ഈ ലാസ്റ്റ് ODI നടന്നത്. വിന്നർ ഓസ്ട്രേലിയ ആണ്. നമ്മൾ നേരത്തെ പറഞ്ഞു. മോസ്റ്റ് റൺസ് ODIയിൽ മോസ്റ്റ് റൺസ് എടുത്ത ഒരാളാരാ അറിയോ? ഇന്ത്യനാ? അറിയോ? സച്ചിനാണ്. മീൻസ് ഓവറോൾ കേട്ടോ. ഓവറോൾ മോസ്റ്റ് റൺ എപ്പോഴും സച്ചിൻ ടെണ്ടുൽക്കറാണ് ODIയിൽ റൺസ്. ഇത് 2023 എടുത്തത് വിരാട് കോഹ്ലിയാണ് മോസ്റ്റ് റൺസ് 2023. പിന്നെ ഓസ്ട്രേലിയക്കാണ് ODIയിൽ ഏറ്റവും കൂടുതൽ കപ്പുള്ളത്. എത്ര കപ്പാ? 6 കപ്പ് എങ്ങാനുണ്ട്. അപ്പോൾ 1987, 1999, 2003, 2007, 2015, 2023 ഈ 6 വർഷം കപ്പടിച്ച 6 കപ്പ് ടോട്ടൽ ഓസ്ട്രേലിയക്കാണ് ഏറ്റവും കൂടുതൽ മോസ്റ്റ് നമ്പർ ഓഫ് കപ്പുള്ളത്. T20 വേൾഡ് കപ്പിലും 2025 കപ്പടിച്ചത് ഓസ്ട്രേലിയ തന്നെയാണ്. ഇന്ത്യ കപ്പ് 2 കപ്പടിച്ചിട്ടുണ്ട്. ODIയിൽ 2 കപ്പടിച്ചിട്ടുണ്ട്. വേൾഡ് കപ്പ് 1983 2011 T20 വേൾഡ് കപ്പ് 2017 2024. 2024 ഇന്ത്യ കപ്പടിച്ചത് ആഫ്രിക്കനെ ഡിഫീറ്റ് ചെയ്തുകൊണ്ടാണ്. രണ്ടാമത്തെ കപ്പാണ് 2024 എന്താ പറഞ്ഞ ഇന്ത്യ കപ്പടിച്ചത് കേട്ടോ. ഇനി വരാനുള്ളത് ഫസ്റ്റ് ICC ക്രിക്കറ്റ് വേൾഡ് കപ്പ്. ഫസ്റ്റ് ICC ക്രിക്കറ്റ് വേൾഡ് കപ്പ് നടന്നത് 1975 ഹോസ്റ്റ് ഇംഗ്ലണ്ട് ആയിരുന്നു. ഫൈനൽ എവന്യൂ നടന്നത് ലോർഡ്സ് ക്രിക്കറ്റ് ഗ്രൗണ്ട് ലണ്ടനിലാണ് ഫസ്റ്റ് ICC ക്രിക്കറ്റ് വേൾഡ് കപ്പ് നടന്നത്. വിന്നേഴ്സ് വെസ്റ്റ് ഇൻഡീസ് ആയിരുന്നു. ക്യാപ്റ്റൻ ആരാ വെച്ചാൽ ക്ലീവ് ലോയിഡ് ആണ്. ഡിഫീറ്റിംഗ് ഓസ്ട്രേലിയ ബൈ 17 runs. 1975 ഇംഗ്ലണ്ടിലാണ് ഫസ്റ്റ് ICC വേൾഡ് കപ്പ് നടക്കുന്നത്. ഈ ICC വേൾഡ് കപ്പിൻ്റെ ഹെഡ് ക്വാർട്ടേഴ്സ് എവിടെയാണെന്ന് അറിയോ?
ഈ ICC വേൾഡ് കപ്പിൻ്റെ ഹെഡ് ക്വാർട്ടേഴ്സ് വരുന്നത് UAE-യിലാണ്, ദുബായിൽ കേട്ടോ. അത് വെറുതെ നോട്ട് ചെയ്ത് വെക്കാൻ ഒരു വെറുതെ നോട്ട് ചെയ്ത് വെക്കാൻ നമുക്ക്. അപ്പോൾ ഇതിൻ്റെ ഹെഡ് ക്വാർട്ടേഴ്സ് വരുന്നത് UAE ആണ്. നമ്മൾ പറഞ്ഞ പോലെ തന്നെ അടുത്ത പ്രാവശ്യം ഹോസ്റ്റ് ചെയ്യാൻ പോകുന്നത് സൗത്ത് ആഫ്രിക്ക, സിംബാബ്വെ, നാംബിയയിൽ ഇത് ഫസ്റ്റ് ടൈമാണ് നാംബിയ 2027 ICC ഹോസ്റ്റ് ചെയ്യാൻ പോകുന്നത്. അതൊക്കെയാണ് ഇതിൽ മെയിനായിട്ട് നോക്കേണ്ട കാര്യങ്ങൾ. പിന്നെ 2024 കപ്പടിച്ച് T20 മെൻസിൽ കപ്പടിച്ച ഇന്ത്യ എന്ന് നമ്മൾ പറഞ്ഞു. പിന്നെ ഇന്ത്യൻ്റെ രണ്ടാമത്തെ കപ്പായിരുന്നു അത്. അതൊക്കെയാണ് മെയിനായിട്ട് നോക്കാനുള്ളത്. ഓസ്ട്രേലിയക്കാണ് ഏറ്റവും കൂടുതൽ കപ്പുള്ളത് കേട്ടോ. അപ്പോൾ ഇനി അടുത്ത ടോപ്പിക്ക് പറഞ്ഞാൽ യുണൈറ്റഡ് നേഷൻസ് ഒഫീഷ്യലി ഫോം ഓൺ 24th October 1945. 24th October 1945 ആദ്യമായിട്ട് യുണൈറ്റഡ് നേഷൻസ് ഫോം ചെയ്യുന്നത്. ഈ യുണൈറ്റഡ് നേഷൻസിൻ്റെ മെയിൻ പേർപ്പസ് എന്താ പറഞ്ഞാൽ മെയിൻറ്റെയിൻ ഇൻ്റർനാഷണൽ പീസ് ആൻഡ് സെക്യൂരിറ്റി. ഒരു ഇൻ്റർനാഷണൽ പീസ് ആൻഡ് സെക്യൂരിറ്റി വേൾഡ് മൊത്തം, അല്ലെങ്കിൽ ആ ട്രീറ്റിയിൽ ജോയിൻ ചെയ്യുന്ന ആൾക്കാരിൽ ഒരു വേൾഡ് വൈഡ് ഇൻ്റർനാഷണൽ പീസും സെക്യൂരിറ്റിയൊക്കെ മെയിൻറ്റെയിൻ ചെയ്ത് ഒരു പീസ്ഫുള്ളായ വേക്ക് കൊണ്ടുപോകുക എന്നുള്ള ഒരു ഐഡിയയിലാണ് ഈ യുണൈറ്റഡ് നേഷൻസ് ഫോം ചെയ്യുന്നത്. ഇത് ഓൾറെഡി ഉണ്ടായിരുന്ന ഒരു ലീഗ് ഓഫ് നേഷൻസ് പറഞ്ഞൊരു കോൺസെപ്റ്റ് റീപ്ലേസ് ഇട്ടാണ് നമ്മൾ ഈ യുണൈറ്റഡ് നേഷൻസ് എന്ന കോൺസെപ്റ്റിലേക്ക് എത്തിച്ചേരുന്നത്. ഇതിൻ്റെ മെയിൻ ഹെഡ് ക്വാർട്ടേഴ്സ് വരുന്നത് ന്യൂയോർക്ക് സിറ്റി, USA ന്യൂയോർക്ക് സിറ്റിയിലാണ്. ആൻ്റോണിയോ ഗുട്ടേരസ് ഈസ് ദ ജനറൽ സെക്രട്ടറി ഓഫ് ദ UN. കറൻ്റ്ലി ആൻ്റോണിയോ ഗുട്ടേരസ് ആണ്. ഇതിൽ ടോട്ടൽ നമ്പർ ഓഫ് 193 മെമ്പേഴ്സ് സ്റ്റേറ്റ് ഉണ്ട്. ഇതിൽ ഇന്ത്യ ഒരു പാർട്ടാണ്. ഇന്ത്യ ഇത് തുടക്കത്തിൽ തന്നെ ഫസ്റ്റ് തന്നെ ഇത് സൈൻ ചെയ്യാൻ വേണ്ടി ഓപ്പൺ ചെയ്തപ്പോൾ തന്നെ ഇന്ത്യ ഇതിൻ്റെ ഒരു പാർട്ടായിട്ട് മാറിയിട്ടുണ്ട്. അപ്പോൾ ഒഫീഷ്യലി ഫോംഡ് ഓൺ 24 October 1945. 1945 24 October മറക്കരുത്. ഒഫീഷ്യലി ഫോംഡ് ആണ്. പിന്നെ മെയിൻ പർപ്പസ് ഇൻ്റർനാഷണൽ പീസ് ആൻഡ് സെക്യൂരിറ്റി ഇതൊക്കെ പറഞ്ഞു. മെയിനായിട്ട് ഫോർമേഷൻ ഡേറ്റും ഇതിൻ്റെ ഹെഡ് ക്വാർട്ടേഴ്സും ജനറൽ സെക്രട്ടറി ആരാന്ന് നോക്കി വെക്കണം. അപ്പോൾ ഫോം ചെയ്ത് 24 October 1945. മെയിൻ ഹെഡ് ക്വാർട്ടേഴ്സ് വരുന്നത് ന്യൂയോർക്ക് സിറ്റി, USA. ആൻ്റോണിയോ ഗുട്ടേറസ് ആണ് ഇസ് ദ ജനറൽ സെക്രട്ടറി ഓഫ് ദ UN. പിന്നെ ഇതിൻ്റെ മെയിനായിട്ടുള്ള കീ മൈൽ സ്റ്റോൺസ് ഓഫ് UN ഫോർമേഷൻ. 26 June 1945 UN ചാർട്ടർ സൈൻ ചെയ്യുന്നത്. 24 ഇത് ഫോം ചെയ്തു. UN ചാർട്ടർ സൈൻ ചെയ്യുന്നത് എന്നാണ് 26 June 1945. 15th October പോളണ്ട് ഇത് സൈൻ ചെയ്യുന്നത്. 51st ഫൗണ്ടിങ് മെമ്പറാണ് ഈ പോളണ്ട് എന്ന് പറയുന്നത്. 2024 October 1945 ഈ ചാർട്ടർ എന്തായാലും കമ്മിങ് ടു ഫോഴ്സ് ആയി. ഈ കമ്മിങ് ടു ഫോഴ്സ് ആയതിൻ്റെ ശേഷമാണ് ഇത് എന്താ പറയുക നമ്മൾ ഇത് കൊണ്ടുപോവുക. അപ്പോൾ ഇത് 10th January 1946 ഫസ്റ്റ് UN ജനറൽ അസംബ്ലി സെഷൻ നടക്കുന്നത്. അത് ലണ്ടനിൽ വെച്ചാണ് നടക്കുന്നത്. 10th January 1946. ഈ ഡേറ്റൊക്കെ ഒന്ന് ഓർത്ത് വെക്കുക. പ്രത്യേകിച്ച് ഈ ഫസ്റ്റ് സെഷൻ, അതേ ഫോർമേഷൻ, ഈ കമ്മിങ് ടു ഫോഴ്സ്, അതേപോലെ ഇത് ചാർട്ടർ സൈൻ ചെയ്തത് 26 June 1945. ഓക്കെ. പിന്നെ ഇതിന് കുറേ പ്രിൻസിപ്പൽ ഓർഗൻസ് ഉണ്ട്. മെയിനായിട്ടുള്ള 6 പ്രിൻസിപ്പൽ ഓർഗൻസ് ആണ്. ജനറൽ അസംബ്ലിയിൽ ഓൾ ടോട്ടൽ എല്ലാ മെമ്പേഴ്സും നമ്മൾ നേരത്തെ പറഞ്ഞു 193 മെമ്പേഴ്സ് ഉണ്ടെന്ന്. ഈ 193 മെമ്പേഴ്സ് ഈ ജനറൽ അസംബ്ലിയിൽ ഉണ്ടാവും. ഇവർക്ക് ഈക്വൽ റെപ്രസെൻറ്റേഷൻ അല്ലെങ്കിൽ പോളിസി ഡിസിഷൻ മേക്കിംഗ് ആണ് ഇതിൻ്റെ മെയിൻ പർപ്പസ്. ഈ പോളിസി ഡിസിഷൻ മേക്കിങ്ങിൽ ഈക്വൽ റെപ്രസെൻറ്റേഷൻ അല്ലെങ്കിൽ ഈക്വൽ വോട്ട് എല്ലാ രാജ്യവും ഇതിലുള്ള എല്ലാ മെമ്പേഴ്സിനും ഓരോ വോട്ട് ഉണ്ട് ഈ പോളിസി ഡിസിഷൻ മേക്കിങ്ങിൽ. പിന്നെ പറയുന്നത് സെക്യൂരിറ്റി കൗൺസിൽ, പീസ് ആൻഡ് സെക്യൂരിറ്റി, ഇതിലേക്ക് നമ്മൾ കാര്യമായിട്ട് വരുന്നുണ്ട്. പിന്നെ എക്കണോമിക് ആൻഡ് സോഷ്യൽ ഡെവലപ്മെൻറ്റ്,
അതിന് വേണ്ടി എന്താ പറയുക, മെയിനായിട്ട് ഫോക്കസ് ചെയ്തുകൊണ്ടാണ് ഇ സി ഒ SOC. This coordinates the economic and social and environmental work of the UN specialized agencies. നമുക്കറിയാം ഈ UN അണ്ടറിൽ കുറേ സ്പെഷ്യലൈസ്ഡ് ഏജൻസീസ് ഉണ്ട്, ലൈക്ക് WHO, അതേപോലെ ചിൽഡ്രൻസിന് വേണ്ടി യൂണിസെഫ് ഉണ്ട്, ഇന്റർനാഷണൽ കോർട്ട് ഓഫ് ജസ്റ്റിസ് ഉണ്ട്, അങ്ങനെ കുറേ സ്പെഷ്യലൈസ്ഡ് ഏജൻസീസ് ഉണ്ട്. ഈ ഏജൻസീസ് ഒക്കെ മെയിനായിട്ട് മെയിൻറ്റെയിൻ ചെയ്യുക, അവർക്ക് വേണ്ട സോഷ്യൽ, എക്കണോമിക് ആൻഡ് എൻവയോൺമെൻറ്റൽ വർക്കൊക്കെ ചെയ്തു കൊടുക്കുന്നത് ഈ SOC ആണ്. പിന്നെ സെക്രട്ടേറിയറ്റ് ആണ്. ഈ സെക്രട്ടേറിയറ്റ് എന്ന് പറയുന്നത് ഇതിൻ്റെ അഡ്മിനിസ്ട്രേറ്റീവ് ബോഡിയാണ്. ഇതിൽ ഡേ ടു ഡേ വർക്ക് ഓഫ് UN, ഡേ ടു ഡേ വർക്ക്, ഈ ഡേ ടു ഡേ വർക്ക് ഓഫ് UN ഒക്കെ മെയിൻറ്റെയിൻ ചെയ്യുന്നത് ഈ സെക്രട്ടേറിയറ്റ് ആണ്. പിന്നെ ട്രസ്റ്റി കൗൺസിൽ ഓവർസോ ദ ട്രസ്റ്റ് ടെറിട്ടറീസ്. പിന്നെ പറയുന്ന ഇന്റർനാഷണൽ കോർട്ട് ഓഫ് ജസ്റ്റിസ്, ഇതൊരു ഇമ്പോർട്ടൻ്റ് ഏരിയ ആണ്. മെയിനായിട്ട് ഈ ലോ എൻട്രൻസിനൊക്കെ മെയിനായിട്ട് ചോദിക്കുന്ന ഒരു ഏരിയ ആണ് GK. ഇന്റർനാഷണൽ കോർട്ട് ഓഫ് ജസ്റ്റിസ് ജുഡീഷ്യൽ ഓർഗൻ, ഇത് ജുഡീഷ്യൽ ഓർഗൻ ആണ്. ഇത് മെയിനായിട്ട് ഈ സ്റ്റേറ്റ് തമ്മിൽ അല്ലെങ്കിൽ കൺട്രീസ് തമ്മിൽ ഉള്ള തർക്കം, അവർക്ക് അഡ്വൈസ് കൊടുക്കുക, അവർക്ക് ലീഗൽ അഡ്വൈസ്, ആ തർക്കം തീർക്കുക, ഇതൊക്കെയാണ് ഇന്റർനാഷണൽ കോർട്ട് ഓഫ് ജസ്റ്റിസിൻ്റെ മെയിൻ ഡ്യൂട്ടി എന്ന് പറയുന്നത്. നമ്മൾ പറഞ്ഞല്ലോ ജുഡീഷ്യൽ ഓർഗൻ ആണ്. ഇതിൻ്റെ മെയിൻ ഹെഡ് ക്വാർട്ടേഴ്സ് വരുന്നത് ഹെയ്ഗിലാണ്. ഹെയ്ഗ് നെതർലാൻഡ്സിലാണ്. ഹെയ്ഗിലാണ് ഇതിൻ്റെ ഹെഡ് ക്വാർട്ടേഴ്സ്. ഞാനൊക്കെ ക്ലിയർ ചെയ്തെന്ന് ഇത് ചോദിച്ചിരുന്നു, ഇത് ഇന്റർനാഷണൽ കോർട്ട് ഓഫ് ജസ്റ്റിസിൻ്റെ ഹെഡ് ക്വാർട്ടേഴ്സ് എവിടെയാണെന്നൊക്കെ. അപ്പോൾ ഹെയ്ഗിലാണ്. അപ്പോൾ ഇത് ഇന്റർനാഷണൽ കോർട്ട് ഓഫ് ജസ്റ്റിസിൽ നമുക്ക് പറയാം, അവിടെ ജഡ്ജിൻ്റെ ടേം, ഓരോ ജഡ്ജിൻ്റെ ടേം എന്ന് പറയുന്നത് 9 years ആണ്. ഇത് ഈ PPT ഇല്ല കേട്ടോ, എക്സ്ട്രാ പറയുന്നു, സോ കെയർഫുൾ, അല്ലെങ്കിൽ ലിസൺ. അപ്പോൾ ഈ ജഡ്ജിൻ്റെ ടേം എന്ന് പറയുന്നത് 9 years ആണ്. ഈ ഇന്റർനാഷണൽ കോർട്ട് ഓഫ് ജസ്റ്റിസിലുള്ള ഇവർ സെലക്ട് ചെയ്യുന്ന എങ്ങനെയാ വെച്ചാൽ എലക്റ്റഡ് ബൈ ദ UN ജനറൽ അസംബ്ലി ആൻഡ് സെക്യൂരിറ്റി കൗൺസിലും കൂടെ തീരുമാനിച്ചിട്ടാണ് ഇവരെ ഓരോരുത്തരെയും സെലക്ട് ചെയ്യുക. ടോട്ടൽ നമ്പർ ഓഫ് 15 ജഡ്ജസ് ഉണ്ടാവും. അപ്പോൾ ഇന്റർനാഷണൽ കോർട്ട് ഓഫ് ജസ്റ്റിസിൽ 15 ജഡ്ജസ് ആണ് ടോട്ടൽ നമ്പർ ഓഫ് ഉണ്ടാവുക. അവർക്ക് 9 years ആണ് അവരുടെ ടേം ഓഫ് കോഴ്സ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ 15 ജഡ്ജസ് അല്ലെങ്കിൽ ഈ 15 ജഡ്ജസ് പാനലിൽ 9 years ആണ് ഇവരുടെ ടേം. എലക്റ്റഡ് ബൈ ദ UN ജനറൽ അസംബ്ലി ആൻഡ് സെക്യൂരിറ്റി കൗൺസിലാണ്. ഈ 15 പാനൽ ജഡ്ജിൽ നമുക്കൊരു ഇന്ത്യൻ ജഡ്ജ് ഉണ്ട്. അയാളുടെ പേരാണ് ദൽവീർ ബന്ദാരി. ഇന്ത്യയിൽ ഇന്റർനാഷണൽ കോർട്ട് ഓഫ് ജസ്റ്റിസിലുള്ള ഒരു ജഡ്ജിൻ്റെ പേരാണ് ദൽവീർ ബന്ദാരി. ഇയാൾ ഇപ്പോൾ ഫസ്റ്റത്തെ ടേം കഴിഞ്ഞ് റീഎലക്റ്റ് ആയി. സെക്കൻഡത്തെ ടേമിലും ഇപ്പോൾ കറൻ്റ്ലി വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഫസ്റ്റത്തെ ടേമിൽ അല്ലെങ്കിൽ ഫസ്റ്റ് ടൈം ഇയാൾ എലക്ട് ചെയ്തത് 2012 പിന്നെ ഇയാൾ റീഎലക്ട് ചെയ്തു വീണ്ടും 2017. അതേപോലെ ഈ ഇന്റർനാഷണൽ കോർട്ട് ഓഫ് ജസ്റ്റിസിന് ഒരു പ്രസിഡന്റ് ഉണ്ടാവും. ഈ പ്രസിഡന്റിന്റെ പേരാണ് പ്രസിഡന്റ് ജഡ്ജിന്റെ പേരാണ് ഇവാസാവ യുജി. ജപ്പാൻ പേരാണ്, പ്രൊണൗൺസിയേഷൻ ഒക്കെ കറക്റ്റ് ആണോ അറിയില്ല. ഇവാസാവ യുജി, IWASAWAYUJI, ഇവാസാവ യുജി ട്ടോ. ജപ്പാൻ. ഇയാൾ ഫ്രം ജപ്പാനാണ്. ഇയാളാണ് കറന്റ് പ്രസിഡന്റ് ജഡ്ജ് ഓഫ് ഇന്റർനാഷണൽ കോർട്ട് ഓഫ് ജസ്റ്റിസ്. ഫസ്റ്റ് ഇന്ത്യൻ ജഡ്ജ് അല്ലെങ്കിൽ ഇന്റർനാഷണൽ കോർട്ട് ഓഫ് ജസ്റ്റിസിൽ ഫസ്റ്റ് ഇന്ത്യൻ ജഡ്ജ് BN റാവു ആണ്. ഫുൾ നെയിം വരുന്നത് ബനേഗൽ നാസിംഗ് റാവു. BN റാവു ആണ് ഫസ്റ്റ് ഇന്ത്യൻ ജഡ്ജ് ഇൻ ഇന്റർനാഷണൽ കോർട്ട് ഓഫ് ജസ്റ്റിസ്. കറന്റ്ലി ഈ 15 ജഡ്ജ് പാനലിൽ വരുന്നതാണ് ദൽവീർ സിംഗ് ബന്ദാരി.
ഞാൻ ഒന്നുകൂടെ പോയിന്റ്സ് മാത്രം ഒന്ന് എടുത്തു പറഞ്ഞുതരാം. ഇന്റർനാഷണൽ കോർട്ട് ഓഫ് ജസ്റ്റിസ് എന്താ, ഇന്റർനാഷണലി ഉള്ള അല്ലെങ്കിൽ സ്റ്റേറ്റ് തമ്മിലുള്ള തർക്കങ്ങൾക്കും ഇഷ്യൂസിനൊക്കെ എന്ത് കൊടുക്കുക, ലീഗൽ അല്ലെങ്കിൽ ലീഗൽ അഡ്വൈസ് കൊടുക്കുന്നതാണ് ഇന്റർനാഷണൽ കോർട്ട് ഓഫ് ജസ്റ്റിസിൻ്റെ മെയിൻ ഒബ്ജക്റ്റീവ് എന്ന് പറയുന്നത്. അതിൽ 15 ജഡ്ജിൻ്റെ പാനലാണ്. ഓരോ ജഡ്ജിനും 9 ഇയേഴ്സ് ആണ് ടേം. ഈ ജഡ്ജസ് എലക്റ്റഡ് ബൈ ദി UN ജനറൽ അസംബ്ലി ആൻഡ് സെക്യൂരിറ്റി കൗൺസിൽ. കറൻലി അവിടെ ഒരു ഇന്ത്യൻ ജഡ്ജുണ്ട്. ഈ ഇന്ത്യൻ ജഡ്ജിന്റെ പേരാണ് ദൽവീർ ഭണ്ഡാരി. ഇയാള് രണ്ടാമത്തെ പ്രാവശ്യം റീഎലക്ട് ചെയ്തതാണ്. ആദ്യത്തെ പ്രാവശ്യം 2012 എലക്ട് ചെയ്തു, പിന്നെ ടേം കഴിഞ്ഞു, വീണ്ടും 2017 വീണ്ടും എലക്ട് ചെയ്യപ്പെട്ടു. Current President Judge of International Court of Justice is Judge Iwasawa Yuji from Japan. First Indian Judge in International Court of Justice B.N. Rao. അതാണ് ഇന്റർനാഷണൽ കോർട്ട് ഓഫ് ജസ്റ്റിസിനെ പറ്റിയുള്ള മെയിൻ ആയിട്ടുള്ള ഫോക്കസ് ചെയ്യേണ്ട ഏരിയ. പിന്നെ UN സെക്യൂരിറ്റി കൗൺസിൽ. UN സെക്യൂരിറ്റി കൗൺസിൽ ടോട്ടൽ 15 മെമ്പേഴ്സാണ്. അതിൽ ഈ 5 മെമ്പേഴ്സ് പെർമനൻ്റ് ആണ്. 5 പെർമനൻറ്റ് മെമ്പേഴ്സ് ഏതൊക്കെയാ വെച്ചാൽ ചൈന, ഫ്രാൻസ്, റഷ്യ, UK, USA. ഈ 5 മെമ്പേഴ്സ് പെർമനൻ്റ് ആണ്. നോൺ പെർമനൻറ്റ് മെമ്പേഴ്സ് സെർവ് ഫോർ 2 ഇയേഴ്സ്. 2 ഇയേഴ്സാണ് സെർവ് ചെയ്യുക. ഇപ്പോൾ ഈ ടോട്ടൽ മെമ്പേഴ്സ് 15 ആണെന്ന് പറഞ്ഞല്ലോ. അപ്പോൾ ഈ 5 പെർമനൻറ്റ് മെമ്പേഴ്സ് പോയാൽ ബാക്കി 10 പേര്. ഈ 10 പേര് എന്തായിരിക്കും? നോൺ പെർമനൻറ്റ് മെമ്പേഴ്സ് ആയിരിക്കും. ദേ വിൽ സെർവ് ഫോർ 2 ഇയേഴ്സ് ആണ്. നോൺ പെർമനൻറ്റ് മെമ്പേഴ്സ് ടിൽ 2026 അല്ലെങ്കിൽ ഈ 26 വരെ ഉള്ള നോൺ പെർമനൻറ്റ് മെമ്പേഴ്സ് ആരൊക്കെ വെച്ചാൽ ഡെൻമാർക്ക്, ഗ്രീസ്, പാകിസ്ഥാൻ, പനാമ, സൊമാലിയ. ഈ 5 കൺട്രീസാണ് നോൺ പെർമനൻ്റ് ആയിട്ട് 2026 വരെ ഉണ്ടാവുക. പിന്നെ 2027 വരെ നോൺ പെർമനൻറ്റ് മെമ്പേഴ്സ് ബഹ്റൈന്, കൊളംബിയ, കോങ്കോ, ലത്വിയ, ലിബേറിയ, ഇങ്ങനെ ഈ 5 കൺട്രീസാണ്. അപ്പോൾ ഈ 2 ഇയേഴ്സ് കൂടുമ്പോൾ അല്ലെങ്കിൽ 2 ഇയേഴ്സ് കഴിയുമ്പോൾ ഈ നോൺ പെർമനൻറ്റ് മെമ്പേഴ്സിനെ മാറ്റും. അപ്പോൾ പിന്നെ പറയുന്ന വീറ്റോ പവർ. ഈ നമ്മൾ നേരത്തെ പറഞ്ഞല്ലോ, ചൈന, ഫ്രാൻസ്, റഷ്യ, UK ആൻഡ് USA. ഈ 5 പെർമനൻറ്റ് മെമ്പേഴ്സിനുള്ള ഒരു എന്താ പറയുക, അവർക്കുള്ളൊരു എന്താ പറയുക ബെനിഫിറ്റ് അല്ലെങ്കിൽ അവർക്കുള്ളൊരു എക്സ്ട്രാ ഒരു പവറാണ് വീറ്റോ പവർ എന്ന് പറയുന്നത്. ഈ വീറ്റോ പവർ ഉപയോഗിച്ച് ഇവർ ഡിസിഷൻ മേക്കിംഗ് ഒക്കെ ചെയ്യുമ്പോൾ ഇവർ വോട്ടിങ്ങിലൂടെയാണ് ഡിസിഷൻ എടുക്കുക, അപ്രൂവലൊക്കെ. അപ്പോൾ ഈ അപ്രൂവലിന് ഈ വീറ്റോ പവറുള്ള 5 കൺട്രീസ് എന്ന് പറഞ്ഞു. അപ്പോൾ ഈ വീറ്റോ പവറുള്ള 5 കൺട്രീസിൽ ആരെങ്കിലും ഒരു നെഗറ്റീവ് വോട്ട് ചെയ്യുകയാണെങ്കിൽ ആ പോളിസി അല്ലെങ്കിൽ ആ ഒരു ഡിസിഷൻ അല്ലെങ്കിൽ ആ മീറ്റിങ്ങിൻ്റെ ആ ഒരു അജണ്ട അവിടെ അതിനൊരു റിസൊല്യൂഷൻ ഉണ്ടാവില്ല, അല്ലെങ്കിൽ ഇറ്റ്സ് ബ്ലോക്സ് എ റിസൊല്യൂഷൻ. അല്ലെങ്കിൽ അവർ നെഗറ്റീവ് വോട്ട് ചെയ്യുകയാണെങ്കിൽ ആ ഒരു കാര്യം നടപ്പാക്കാൻ പറ്റത്തില്ല. അത് ഇവർക്കുള്ളൊരു പവറാണ്. പിന്നെ നേരത്തെ പറഞ്ഞ പോലെ ഇത് കൺഫേം ചെയ്യണമെങ്കിൽ അല്ലെങ്കിൽ അത് അപ്രൂവ് ചെയ്യണമെങ്കിൽ നമുക്ക് പറയാം അറ്റ്ലീസ്റ്റ് 9 അഫർമേറ്റീവ് വോട്ട്സ് വേണം. ഒരു പോസിറ്റീവ് 9, ഈ ഔട്ട് ഓഫ് 15 9 അഫർമേറ്റീവ് വോട്ട്സ് ഉണ്ടെങ്കിൽ ഈ ചെയ്ത ഡിസിഷൻ അല്ലെങ്കിൽ അവിടെയുള്ള ആ കാര്യം അത് അപ്രൂവ് ആവുകയുള്ളൂ. മനസ്സിലാവുന്നുണ്ടോ? അപ്പോൾ 5 പെർമനൻറ്റ് മെമ്പേഴ്സാണ്. ഈ 5 പെർമനൻറ്റ് മെമ്പേഴ്സിന് വീറ്റോ പവർ ഉണ്ട്. ഈ വീറ്റോ പവർ ഉള്ള ഈ 5 മെമ്പേഴ്സിൽ ആരെങ്കിലും ഒരാൾ ഒരു നെഗറ്റീവ് വോട്ട് അല്ലെങ്കിൽ ആ ഒരു ഡിസിഷന് അല്ലെങ്കിൽ ആ ഒരു അപ്രൂവലിന് വേണ്ടി ഒരു നെഗറ്റീവ് വോട്ട് ചെയ്താൽ ആ കാര്യം പിന്നെ അപ്രൂവ് ആവത്തില്ല, അത് അവിടെ തന്നെ ക്ലോസ് ആവും. അപ്പോൾ പിന്നെ ഈ അപ്രൂവ് ചെയ്ത കാര്യം അപ്രൂവലിന് വേണ്ടി അറ്റ്ലീസ്റ്റ് ഒരു 9 അഫർമേറ്റീവ് വോട്ട്സ് എങ്കിലും വേണം. അതാണ് ഈ വീറ്റോ പവറിൻ്റെ സ്പെഷ്യാലിറ്റി. പിന്നെ ട്രസ്റ്റ്, നമ്മൾ നേരത്തെ പറഞ്ഞു ഒരു ഓർഗനാണ് ട്രസ്റ്റിഷിപ്പ്
കൗൺസിൽ എന്നുള്ളത്. അപ്പോൾ ട്രസ്റ്റിഷിപ്പ് കൗൺസിൽ provide international supervision for 11 trust territories, ensuring they are more prepared for their സെൽഫ് ഗവേണൻസിന് വേണ്ടി ഇതിലുള്ള 11 ട്രസ്റ്റ് ടെറിട്ടറീസ് പ്രിപ്പയർ ആവുന്നുണ്ടോയെന്ന് നോക്കാൻ വേണ്ടിയിട്ടാണ് മെയിനായിട്ട് ട്രസ്റ്റിഷിപ്പ് കൗൺസിൽ രൂപീകരിക്കുന്നത്. ഈ ഫൈവ് ഓർഗൻസിൽ ഏറ്റവും കൂടുതൽ ലോ എൻട്രൻസിൽ ചോദ്യം വരുന്ന ഏരിയ ആണ് ഞാൻ നേരത്തെ പറഞ്ഞ ഇൻ്റർനാഷണൽ കോർട്ട് ഓഫ് ജസ്റ്റിസ്, പിന്നെ സെക്യൂരിറ്റി കൗൺസിൽ, അതേപോലെ സെക്യൂരിറ്റി കൗൺസിൽ. ഇതിലാണ് മെയിനായിട്ട് നമുക്ക് കവർ ചെയ്യേണ്ട പാട്ടുള്ളത്. ബാക്കിയുള്ളതിൽ വരൂല എന്നല്ല, ബാക്കിയുള്ളതിനും വരും. പക്ഷെ ഇതിൽ മോർ ഓഫൺ ക്വസ്റ്റ്യൻസ് കണ്ടുവരുന്നുണ്ട്. പിന്നെ നമ്മൾ പറഞ്ഞു ഈ UN അണ്ടറിൽ കുറേ സ്പെഷ്യലൈസ്ഡ് ഏജൻസീസ് ഉണ്ട്, WHO, യുനെസ്കോ, യൂണിസെഫ് എന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പോൾ അതിലുള്ള ഒരു സ്പെഷ്യലൈസ്ഡ് ഓർഗനാണ് യുനെസ്കോ. യുനെസ്കോൻ്റെ ഫുൾ ഫോം എന്ന് പറയുന്നത് യുണൈറ്റഡ് നേഷൻസ് എഡ്യൂക്കേഷണൽ, സയൻറ്റിഫിക് ആൻഡ് കൾച്ചറൽ ഓർഗനൈസേഷൻ. ഈ യുനെസ്കോൻ്റെ ഹെഡ് ക്വാർട്ടേഴ്സ് വരുന്നത് പാരീസിലാണ്, ഫ്രാൻസിലുള്ള പാരീസിലാണ്. ഫൗണ്ടഡ് ഇൻ 1945 ടു പ്രൊമോട്ട് എഡ്യൂക്കേഷൻ, കൾച്ചർ, സയൻസ് ആൻഡ് ഹെറിറ്റേജ് എമംഗ് ദ മെമ്പേഴ്സ്. ഫസ്റ്റ് യുനെസ്കോ അല്ലെങ്കിൽ ലിറ്ററേച്ചർ സിറ്റി, ഒരു യുനെസ്കോ സിറ്റി ഓഫ് ലിറ്ററേച്ചർ എന്നൊരു അവാർഡ് നമുക്ക് കോഴിക്കോട് കിട്ടിയിട്ടുണ്ട്, കേരളത്തിൽ. ഡയറക്ടർ ജനറൽ എന്ന് പറയുന്നത് ഖാലിദ് എൽ എനാനി, ഈജിപ്ഷ്യൻ ആണ്. ടുക്ക് ദ ഓഫീസ് ഓൺ 15th November 2025. ഈ 15th November 2025 എന്നൊക്കെ പറയുമ്പോൾ മെയിനായിട്ട് കറണ്ട് അഫെയർസിൻ്റെ അണ്ടറിൽ വരും. അപ്പോൾ ഈ ലാസ്റ്റ് 1 year ആയിട്ടുള്ള കറണ്ട് അഫെയർസ് എന്നാണ് മെയിനായിട്ട് ഈ എൻട്രൻസ് എക്സാമൊക്കെ ഫോക്കസ് ചെയ്യുക. അപ്പോൾ ഖാലിദ് എൽ എനാനി, ഇത് ഡയറക്ടർ ജനറൽ, ടുക്ക് ഓഫീസ് ഓൺ 15th November 2025. അവിടെ ഒരു ക്വസ്റ്റ്യനുള്ള ചാൻസ് നമുക്ക് പ്രതീക്ഷിക്കാം. ഫസ്റ്റ് അറബ് ആൻഡ് സെക്കൻഡ് ആഫ്രിക്കൻ ടു ഹോൾഡ് ദ പൊസിഷൻ. ഈ ഖാലിദ് എൽ എനാനിൻ്റെ വേറൊരു സ്പെഷ്യാലിറ്റിയാണ് ഫസ്റ്റ് അറബ് ആൻഡ് സെക്കൻഡ് ആഫ്രിക്കൻ ടു ഹോൾഡ് ദ പൊസിഷൻ. ഫസ്റ്റ് അറബ്, അപ്പോൾ ഇങ്ങനെയൊക്കെ ചോദിച്ചുകൂടായില്ല. ഫസ്റ്റ് അറബ് ടു ടുക്ക് ദ ഓഫീസ് ഓഫ് ഡയറക്ടർ ജനറൽ ഓഫ് യുനെസ്കോ എന്നൊക്കെ ചോദിച്ചാൽ നമുക്കവിടെ ആൻസർ ചെയ്യാൻ പറ്റണം. അപ്പോൾ കോഴിക്കോടാണ് ഫസ്റ്റ് യുനെസ്കോ സിറ്റി ഓഫ് ലിറ്ററേച്ചർ ഇൻ ഇന്ത്യ. അപ്പോൾ യുനെസ്കോൻ്റെ ഹെഡ് ക്വാർട്ടേഴ്സ് വരുന്നത് പാരീസിലാണ്, ഫ്രാൻസിൽ. ഈ ഹെഡ് ക്വാർട്ടേഴ്സും ഫൗണ്ടഡ് ഡേറ്റും, അതേപോലെ പുതിയതായിട്ട് ചാർജ് എടുത്ത ആരെങ്കിലുമൊക്കെ ഉണ്ടോ, അല്ലെങ്കിൽ ഇന്ത്യൻ ബേസ്ഡ് ആയിട്ട് എന്തെങ്കിലും പുതിയതായിട്ടുള്ള എന്തെങ്കിലും കാര്യങ്ങൾ വന്നിട്ടുണ്ടോ, അതൊക്കെ മെയിനായിട്ട് ഫോക്കസ് ചെയ്യണം നമ്മൾ ഈ എൻട്രൻസിനൊക്കെ പഠിക്കുമ്പോൾ. മെയിനായിട്ട് ഈ GK കറണ്ട് അഫെയർസൊക്കെ വന്ന് നോക്കുമ്പോൾ ഈ ഏരിയയിൽ നിന്നൊക്കെയാണ് മെയിനായിട്ട് ചോദിക്കുക. യുനെസ്കോ ഇൻ WHO നമുക്ക് എല്ലാവർക്കും അറിയാം അല്ലേ, വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷൻ എസ്റ്റാബ്ലിഷ്ഡ് ഓൺ 7th April 1948. ഈ 7th Aprilന് ഒരു സ്പെഷ്യാലിറ്റി ഉണ്ട്, എന്താ അറിയൂ? ഈ 7th April ഈസ് ഓൾസോ സെലിബ്രേറ്റഡ് ആസ് വേൾഡ് ഹെൽത്ത് ഡേ. അപ്പോൾ ഇതിൻ്റെ ഫൗണ്ടേഷൻ 7th April 1948 ആയതുകൊണ്ടാണ് വേൾഡ് ഹെൽത്ത് ഡേ 7th April നമ്മൾ ആഘോഷിച്ചു വരുന്നത്. വർക്ക്സ് ഓൺ ദ ഗ്ലോബൽ ഹെൽത്ത് എമർജൻസീസ് ആൻഡ് സ്റ്റാൻഡേർഡ്സ്. ഡയറക്ടർ ജനറൽ എന്ന് പറയുന്നത് ഡോക്ടർ തെൻഡ്രോസ് അദാനോം ഗബ്രിയേസസ്. കൺട്രി എത്യോപ്യൻ നേറ്റീവ് ആണ്. 2022 അയാൾ ടേം ഓഫ് അല്ലെങ്കിൽ ഓഫീസ് ടുക്ക് ചെയ്തു. 2027 വരെ ഉണ്ടാവും. ഫസ്റ്റ് ആഫ്രിക്കൻ ടു ഹെഡ് ദ WHO ഹെഡ് ചെയ്യുന്ന ഫസ്റ്റ് ആഫ്രിക്കൻ ആണ് തെൻഡ്രോസ് ഗബ്രിയേസസ്. അപ്പോൾ ഡയറക്ടർ ജനറൽ തെൻഡ്രോസ് ഗബ്രിയേസസ്, ഫസ്റ്റ് ആഫ്രിക്കൻ ടു ഹെഡ് ദ WHO, formed on 7th April 1948. Also, this day is also celebrated as World Health Day.
ആൻഡ് ഹെഡ് ക്വാർട്ടേഴ്സ് അല്ലെങ്കിൽ WHO ഹെഡ് ക്വാർട്ടേഴ്സ് വരുന്നത് ജനീവ, സ്വിറ്റ്സർലാൻഡിലുള്ള ജനീവ എന്ന സ്ഥലത്താണ്. ഓപ്പറേറ്റ്സ് ഇൻ മോർ ദാൻ അല്ലെങ്കിൽ ഓപ്പറേറ്റ്സ് ഇൻ 150 കൺട്രീസ്, ഓവർ 150 കൺട്രീസ് എമംഗ് ദ വേൾഡ്. അതാണ് മെയിനായിട്ട് സ്പെഷ്യലൈസ്ഡ് ഏജൻസീസ് മെയിനായിട്ട് നോക്കേണ്ട സ്പെഷ്യലൈസ്ഡ് ഏജൻസീസ്. ഇനി അടുത്ത് വരുന്ന ഇന്ത്യാസ് ലൂണാർ മിഷൻ ചന്ദ്രയാൻ 1. ചന്ദ്രയാൻ 1 ലോഞ്ച് ചെയ്തത് 22 ഒക്ടോബർ 2008 ചന്ദ്രയാൻ 1 എന്ന് പറയുന്നത് ഇന്ത്യയുടെ ഫസ്റ്റ് ലൂണാർ മിഷനാണ്. ഇന്ത്യയുടെ ഫസ്റ്റ് ലൂണാർ മിഷൻ ചന്ദ്രയാൻ ലോഞ്ച് ചെയ്തത് 22 ഒക്ടോബർ 2008 ഫിഫ്ത്ത് ഇൻ വേൾഡ്. ഓൾസോ മേക്ക് ഈ ചന്ദ്രയാൻ പുറത്ത് വിട്ടത് ഇന്ത്യ ഫിഫ്ത്ത് ഇൻ വേൾഡ് ടു എന്താ ലൂണാർ മിഷൻ. മൂൺ ഇമ്പാക്ട് പ്രോബ് ഓൺ 14th November 2018 22 ലോഞ്ച് ചെയ്തു. ഇതിന് മൂണിലൊരു ഇമ്പാക്റ്റ് കണ്ടെത്തിയത് 14 November 2008 ഡ്യൂറേഷൻ വരുന്നത് ഇത് ടോട്ടൽ അല്ലെങ്കിൽ ഇത് ടോട്ടൽ എത്ര കാലം ഡ്യൂർ ചെയ്തു എന്നുള്ളത് 312 days ആണ്. ലോസ്റ്റ് കമ്മ്യൂണിക്കേഷൻ ഇൻ ആഗസ്റ്റ് 2009. ആഗസ്റ്റ് 2009 അതിനായിട്ടുള്ള കമ്മ്യൂണിക്കേഷൻ മിസ്സായി. അപ്പോൾ അത് അവിടെ വെച്ച് അതിനായിട്ടുള്ള കണക്ഷൻ പോയി. പിന്നെ നമുക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റില്ലല്ലോ. അപ്പോൾ ടോട്ടൽ ഡേയ്സ് എന്ന് പറയുന്നത് 312 days ആണ്. കീ അച്ചീവ്മെൻറ്റ്സ് അല്ലെങ്കിൽ ഇത് എന്തൊക്കെ കണ്ടെത്തിയെന്ന് പറഞ്ഞാൽ ഡിസ്കവറി ഓഫ് വാട്ടർ മോളിക്യൂൾസ് ഇൻ മൂൺ, 3D ലൂണാർ മാപ്പിംഗ് അല്ലെങ്കിൽ ലൂണാർ അല്ലെങ്കിൽ മൂണിൻ്റെ ഒരു 3D മാപ്പിംഗ് നമുക്ക് കിട്ടി. മിനറൽസ് ഐഡൻറ്റിഫിക്കേഷൻ ഇൻ ദ മൂൺ, ഈ ഡിസ്കവർ ചെയ്ത വാട്ടർ മോളിക്യൂൾസിൽ മിനറൽ ഐഡൻറ്റിഫിക്കേഷൻ ഓൾസോ ഫൈൻഡ് ചെയ്തു. ഇന്ത്യ ബിക്കം ദ 5th nation ടു ഓർബിറ്റ് ദ മൂൺ. അപ്പോൾ 5th nation. ഇതിൻ്റെ മുന്നത്തുള്ള നേഷൻസ് ഏതൊക്കെയാണെന്ന് ഞാൻ പറഞ്ഞുതരാം. US, UK, ജർമ്മനി, സ്വീഡൻ ആൻഡ് ബുൾഗേറിയ. ഇവരാണ് മുന്നേ മൂണിലേക്ക് ഒരു സ്പേസ് മിഷൻ അല്ലെങ്കിൽ ലൂണാർ മിഷൻ വിട്ടിട്ടുള്ളത്. ഇന്ത്യ ബിക്കംസ് ദ 5th ബൈ ചന്ദ്രയാൻ 1. അപ്പോൾ ചന്ദ്രയാൻ 1 കൊടുത്തതോടുകൂടി ഇന്ത്യ ബിക്കംസ് ദ 5th nation ടു ഓർബിറ്റ് ദ മൂൺ. അതാണ് ചന്ദ്രയാൻ 1 കുറിച്ച് പറയാനുള്ളത്. ഇനി ചന്ദ്രയാൻ 2. ചന്ദ്രയാൻ 2 ഒരു ഫെയിലിയർ ആയിരുന്നു എന്ന് നമുക്ക് പറയാം. കാരണം അത് അധികം ലാസ്റ്റ് ചെയ്തിട്ടില്ല. അപ്പോൾ ഇത് ലോഞ്ച് ചെയ്തത് 22 ജൂലൈ 2019 ലാൻഡർ ഫെയിലിയർ ഓൺ 6th സെപ്റ്റംബർ 2019. ഒരു 2 മന്തിൻ്റെ അടുത്ത് ആയിട്ടേ ഉള്ളൂ. അപ്പോൾ ഓർബിറ്റർ സ്റ്റിൽ ഓപ്പറേഷണൽ, അതിൻ്റെ ഓർബിറ്റർ സ്റ്റിൽ ഓപ്പറേഷണൽ ആണ്. ബട്ട് ലാൻഡർ ഫെയിലിയർ ആയി. ഡ്യൂറേഷൻ ഓർബിറ്റർ ഈസ് സ്റ്റിൽ ആക്റ്റീവ്. ഇതിൻ്റെ എസ്റ്റിമേറ്റഡ് ലൈഫ് എന്ന് പറയുന്നത് 7.5 years ആണ്. ലാൻഡർ ലോസ്റ്റ് ഓൺ ഇമ്പാക്ട്. ഇതിൻ്റെ ലാൻഡർ ലോസ്റ്റായി, ഫെയിലിയർ ആണ്. ലാൻഡർ ഫെയിലിയർ ഓൺ 6th സെപ്റ്റംബർ 2019 ഇതിന് ചന്ദ്രയാൻ 2 മെയിനായിട്ടുള്ള കീ ഫൈൻഡിങ്സ് എന്തൊക്കെയാ വെച്ചാൽ ഹൈ റെസൊല്യൂഷൻ ലൂണാർ ഇമേജസ്. അപ്പോൾ ഈ മിഷൻ കൊണ്ട് നമുക്ക് മൂണിൻ്റെ ഹൈ റെസൊല്യൂഷൻ ലൂണാർ ഇമേജസ് കിട്ടി. വാട്ടർ ഐസ് ഡിറ്റക്ഷൻ, സോഡിയം ആൻഡ് ആർഗൺ മാപ്പിംഗ്, തിരങ്ക പോയിന്റ് വെയർ ഇംപ്രിൻസ് ദ ഐഡൻറ്റിഫൈഡ്. ചന്ദ്രയാൻ 2 മെയിനായിട്ട് വിട്ട് ടു സ്റ്റഡി ദ മൂൺ സൗത്ത് പോളാർ റീജിയൻ ആണ്. ഡാറ്റ ഓൺ വാട്ടർ മോളിക്യൂൾസ്, എലമെൻറ്റ്സ് ലൈക്ക് ആർഗൺ 40, സോഡിയം ഒക്കെ നമ്മൾ മാപ്പ് ചെയ്തു എന്ന് പറഞ്ഞു. പിന്നെ തിരങ്ക പോയിന്റ് വെയർ ദ ഇംപ്രിൻസ് ഐഡൻറ്റിഫൈ, ഇതിൻ്റെ ഇംപ്രിൻസ് ഐഡൻറ്റിഫൈ ചെയ്ത് തിരങ്ക പോയിന്റ് പറഞ്ഞ പോയിന്റിലാണ്. പിന്നെ പറയുന്നത് ചന്ദ്രയാൻ 3 എന്ന് ലോഞ്ച് ചെയ്തത് 14th ജൂലൈ 2023 ലാൻഡിങ് വന്നത് 23 ആഗസ്റ്റ് 2023. ലാൻഡിങ് സൈറ്റ്
അല്ലെങ്കിൽ ഇത് ലാൻഡ് ചെയ്ത സൈറ്റ് എന്ന് പറയുന്നത് ശിവ് ശക്തി പോയിന്റ് ആണ്. ഡ്യൂറേഷൻ 14 എർത്ത് ഡേയ്സ്, 1 ലൂണാർ ഡേ എന്ന് പറയുന്നത് 14 എർത്ത് ഡേയ്സ് ആണ്. ഇതിൻ്റെ ടോട്ടൽ ഡ്യൂറേഷൻ അതാണ്. ഇതിൻ്റെ തേർഡ് ലൂണാർ മിഷൻ ആണ് ഇന്ത്യൻ്റെ. ഈ തേർഡ് ലൂണാർ മിഷൻ ഇസ് ദ ഫസ്റ്റ് സോഫ്റ്റ് ലോഞ്ചിങ് നിയർ ലൂണാർ സൗത്ത് അല്ലെങ്കിൽ ഒരു സദേൺ ഏരിയ ഓഫ് ലൂണാർ അല്ലെങ്കിൽ മൂണിൻ്റെ ഒരു സദേൺ ഏരിയയിലുള്ള ഒരു ഫസ്റ്റ് സോഫ്റ്റ് ലോഞ്ച് നടത്തിയത് ചന്ദ്രയാൻ 3 ആണ്. ഈ ചന്ദ്രയാൻ 3ൻ്റെ ലാൻഡറിൻ്റെ പേര് വിക്രം എന്നും റോവറിൻ്റെ പേര് പ്രഗ്യാൻ എന്നാണ്. വിക്രം ആൻഡ് പ്രഗ്യാൻ. ലാൻഡറിൻ്റെ പേര് വിക്രം, റോവറിൻ്റെ പേര് പ്രഗ്യാൻ. സോഫ്റ്റ് ലാൻഡിംഗ് ലാൻഡർ വിക്രം ആൻഡ് ലോവർ പ്രഗ്യാൻ. അച്ചീവ്മെൻറ്റ്സ് എന്ന് പറയുന്നത് സൾഫർ ഡിറ്റക്ട് ചെയ്തു, തെർമൽ പ്രൊഫൈലിംഗ് ഉണ്ട്, മൂൺ ക്വേക്ക് സിഗ്നൽസ്, എർത്ത് പോലെ മൂൺ ക്വേക്ക് സിഗ്നൽസ്, ഫസ്റ്റ് ലാൻഡിംഗ് നിയർ സൗത്ത് പോൾ. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഫസ്റ്റ് സോഫ്റ്റ് ലോഞ്ചിങ് നിയർ സൗത്ത് പോൾ. ഇനി ലൂണാർ മൈൽ സ്റ്റോൺസ്. ഓൺ 15th August 2023 ആണ് ഒഫീഷ്യലി ചന്ദ്രയാൻ പ്രോഗ്രാമിനെ പറ്റി അനൗൺസ് ചെയ്യുന്നത്. 15th August 2023. Announcement was made by Prime Minister Atal Bihari Vajpayee പ്രൈം മിനിസ്റ്റർ ആയിരിക്കുന്ന കാലത്ത് അയാൾ അനൗൺസ് ചെയ്തിട്ടാണ് 15th August 2023 ഈ ചന്ദ്രയാൻ മിഷൻസ് അല്ലെങ്കിൽ ലൂണാർ മിഷൻസ് ഇൻ ഇന്ത്യ ലോഞ്ച് ചെയ്യുന്നത്. ജവഹർ പോയിന്റ് ആണ് മൂൺ ഇമ്പാക്ട് പ്രോബ് സൈറ്റ് ആണ്. ഇന്ത്യസ് ഫസ്റ്റ് ചന്ദ്രയാൻ മിഷൻസ് മൂൺ ഇമ്പാക്ട് പ്രോബ് ഇനീഷ്യലി ക്രാഷ് ലാൻഡഡ് ഓൺ November 14, 2018 ആണ്. ഹോപ്പ് എക്സ്പെരിമെൻറ്റ് 3 September 2023. 3 സെപ്റ്റംബറിൽ ഇതിൻ്റെ 2023 ഇതിൻ്റെ ഹോപ്പ് എക്സ്പീരിയൻസും നടന്നു. ഇതാണ് മെയിനായിട്ട് ചന്ദ്രയാനെ കുറിച്ച് പറയാനുള്ളത്. ചന്ദ്രയാൻ 1 ഉണ്ട്, 2 ഉണ്ട്, 3 ഉണ്ട്. 1ലുള്ള മെയിനായിട്ടുള്ള ഐഡൻറ്റിഫിക്കേഷൻ, അത് വാട്ടർ ഡിസ്കവറി, 3D ലൂണാർ മാപ്പിംഗ്, മിനറൽ ഐഡൻറ്റിഫിക്കേഷൻ. ഇന്ത്യ become the 5th nation to orbit the moon. പിന്നെ ചന്ദ്രയാൻ 2ൽ മെയിനായിട്ട് ഫൈൻഡ് ചെയ്തത് ഹൈ റെസൊല്യൂഷൻ ലൂണാർ ഇമേജസ്, വാട്ടർ ആൻഡ് ഐസ് ഡിറ്റക്ഷൻ, സോഡിയം ആൻഡ് ആർഗൺ 40 മാപ്പിംഗ്, തിരങ്ക പോയിന്റ് വെയർ ദ ഇംപ്രിൻസ് ഐഡൻറ്റിഫൈഡ്. ഈ ഇംപ്രിൻസ് ഐഡൻറ്റിഫൈഡ് ചെയ്തത് തിരങ്ക പോയിന്റിലാണ്. പിന്നെ ചന്ദ്രയാൻ 3 ഇന്ത്യസ് തേർഡ് ലൂണാർ മിഷൻ, ഫസ്റ്റ് സോഫ്റ്റ് ലോഞ്ചിങ് നിയർ ലൂണാർ സൗത്ത്, ഫസ്റ്റ് ലാൻഡിങ് നിയർ സൗത്ത് പോൾ അല്ലെങ്കിൽ മൂണിൻ്റെ സൗത്ത് പോളിൽ ഫസ്റ്റായിട്ട് ലാൻഡ് ചെയ്തത് ചന്ദ്രയാൻ 3 ആണ്. അപ്പോൾ ഇതിൻ്റെ മെയിൻ അച്ചീവ്മെൻറ്റ്സ് എന്ന് പറയുന്നത് സൾഫർ ഡിറ്റക്ഷൻ, തെർമൽ പ്രൊഫൈലിംഗ്, മൂൺ ക്വേക്ക് സിഗ്നൽസ്, പിന്നെ ഫസ്റ്റ് ലാൻഡിങ് നിയർ സൗത്ത് പോൾ. അത് ഇത്തിരി ഇമ്പോർട്ടൻ്റ് ആണ്. ഫസ്റ്റ് ലാൻഡിങ് നിയർ സൗത്ത് പോൾ അല്ലെങ്കിൽ ലൂണാർ സൗത്തിൽ ഫസ്റ്റ് ലാൻഡ് ചെയ്തത് ചന്ദ്രയാൻ 3 ആണ്. ഓക്കെ, നമുക്ക് അടുത്ത പോയിന്റ് അല്ലെങ്കിൽ അടുത്ത സെഷൻ, ഗ്ലോബൽ ഇന്നോവേഷൻ ഇൻഡെക്സ്, GII. Global Innovation Index was published by WIPO, World Intellectual Property Organization. Measures the innovation using around 80 detectors. 80 detectorsൽ ഒരു 10 pillar indicators എന്ന് പറയാം. 80 ഇൻഡിക്കേറ്റേഴ്സിൽ ഒരു 10 pillar indicators ഉണ്ട്. അതൊന്നും അത്രയ്ക്ക് ഡീപ്പായിട്ടൊന്നും പോകണ്ട. Annual report and the main objective of Global Innovation Index is annual report and ranking of countries based on their innovation performance. വെച്ചിട്ട് ഓരോ കൺട്രീനെയും റാങ്ക് ചെയ്ത് അതിനെ പറ്റിയൊരു ആനുവൽ റിപ്പോർട്ട് ഉണ്ടാക്കുക എന്നുള്ളതാണ് GIIൻ്റെ മെയിൻ ഒബ്ജക്റ്റീവ് എന്ന് പറയുന്നത്. ഇറ്റ് മെഷേഴ്സ് ഹൗ വെൽ കൺട്രീസ്
encourage innovation, invest in research and development, countries' idea into economic growth. It helps helps and compares innovation ecosystem around the world. അപ്പോൾ മെയിനായിട്ടുള്ള ഇതിൻ്റെ ഒബ്ജക്റ്റീവ് എന്താണെന്ന് ചോദിച്ചാൽ നമുക്ക് പറയാം ആക്സസ് ഇന്നോവേഷൻ ക്യാപ്പബിലിറ്റി, അല്ലെങ്കിൽ ഓരോ കൺട്രീസിൻ്റെ ഇന്നോവേഷൻ ക്യാപ്പബിലിറ്റീനെ കുറിച്ച് റിപ്പോർട്ട് ഉണ്ടാക്കി റാങ്ക് ചെയ്യുക എന്നുള്ളതാണ് ഗ്ലോബൽ ഇന്നോവേഷൻ ഇൻഡെക്സിൻ്റെ മെയിനായിട്ടുള്ള ഒബ്ജക്റ്റീവ്. ഇതിൽ 5 ടോപ്പ് കൺട്രീസ് ഏതാ വെച്ചാൽ സ്വിറ്റ്സർലാൻഡാണ്. കോൺസിക്യൂട്ടീവ് ഇയേഴ്സ് അല്ലെങ്കിൽ ലാസ്റ്റ് ഒരു 15 ഇയേഴ്സ് ആയിട്ട് ഫസ്റ്റ് നിൽക്കുന്നത് സ്വിറ്റ്സർലാൻഡ് തന്നെയാണ്. പിന്നെ സ്വീഡൻ, USA, സൗത്ത് കൊറിയ, സിംഗപ്പൂർ. സ്വിറ്റ്സർലാൻഡ്, സ്വീഡൻ, USA, സൗത്ത് കൊറിയ, സിംഗപ്പൂർ എല്ലാം എസ് വെച്ചിട്ടാണ്. US മാത്രമേ ഉള്ളൂ എക്സ്ട്രാ, അങ്ങനെ വെച്ച് പഠിച്ചാൽ മതി. സ്വിറ്റ്സർലാൻഡ്, സ്വീഡന്, സൗത്ത് കൊറിയ, സിംഗപ്പൂർ, USA. 4 എസും പിന്നെ ഒരു USA. പിന്നെ ഇന്ത്യ റാങ്ക് ചെയ്തിരിക്കുന്നത് ഇൻ 2025 ഇന്ത്യ റാങ്ക് ചെയ്തിരിക്കുന്നത് 38th പൊസിഷനിലാണ്. 38th പൊസിഷൻ. ഈ വിപ്പോനെ കുറിച്ച് പറയുകയാണെങ്കിൽ സ്പെഷ്യലൈസ്ഡ്, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ WHO, UNICEF ഒക്കെ പോലെ തന്നെ ഒരു സ്പെഷ്യലൈസ്ഡ് ഓർഗൻ ഓഫ് UN ആണ് വിപ്പോ. വേൾഡ് ഇൻ്റലക്ച്വൽ പ്രോപ്പർട്ടി ഓർഗനൈസേഷൻ. deals with the protection and promotion of intellectual property worldwide. Intellectual property എന്ന് പറഞ്ഞാൽ നമുക്കറിയില്ല, ഈ പാറ്റൻസ്, കോപ്പി റൈറ്റ്സ്, സ്വന്തമായിട്ട് ചെയ്തെടുത്ത എന്തെങ്കിലും ഇന്നോവേഷൻ അല്ലെങ്കിൽ ബുക്ക് അല്ലെങ്കിൽ ലിറ്റററി വർക്ക്, അതിൻ്റെ മേലെയൊക്കെയുള്ള ഒരു പ്രോപ്പർട്ടി, ഒരു ഇൻടാഞ്ചിബിൾ പ്രോപ്പർട്ടി റൈറ്റാണ് ഈ ഇൻ്റലക്ച്വൽ പ്രോപ്പർട്ടി എന്ന് പറയുന്നത്. അപ്പോൾ ഇതിൻ്റെ പ്രൊട്ടക്ഷനും പ്രൊമോഷനുമാണ് മെയിനായിട്ട് വിപ്പോ ലീഡ് ചെയ്യുന്നത്. ഇതിൻ്റെ ഹെഡ്ക്വാർട്ടേഴ്സ് മെയിനായിട്ട്, ഇതിൻ്റെ ഹെഡ്ക്വാർട്ടേഴ്സ് ലൈക്ക് WHO ജനീവയാണ്. സ്വിറ്റ്സർലാൻഡിലുള്ള ജനീവയാണ് ഇതിൻ്റെ ഹെഡ്ക്വാർട്ടേഴ്സ് വരുന്നത്. ടോട്ടൽ ഓഫ് 193 കൺട്രീസ് ഇതിൻ്റെ പാർട്ടാണ്. ഓക്കെ, മെയിനായിട്ട് പഠിക്കുന്നത് ഇതിൻ്റെ ടോപ്പ് 5 കൺട്രീസ്. ഇന്ത്യ റാങ്ക് ചെയ്തത് 38th ഇൻ 2025. വിബോൻ്റെ ലീഡർഷിപ്പിനെ പറ്റി പറയുകയാണെങ്കിൽ ഡയറക്ടർ ജനറൽ സിംഗപ്പൂരിയനാണ് ദരേൻ തങ് സിംഗപ്പൂർ ഫ്രം 2020 to 26. Nominated for the second time, also nominated for the second term 2026 to 2032. ദരേൻ തങ് രണ്ടാമത് എലക്ട് ചെയ്തു. അപ്പോൾ അടുത്ത ഈ വർഷം തൊട്ട് വീണ്ടും 2026 തൊട്ട് 2026 തൊട്ട് 6 വർഷത്തേക്കാണ്. 2026 തൊട്ട് 2032 വരെ വീണ്ടും ഈ ദരേൻ തങ്ങിനെ തന്നെ ഹെഡ് അല്ലെങ്കിൽ ഡയറക്ടർ ജനറലായിട്ട് എലക്ട് ചെയ്തിട്ടുണ്ട് വിപ്പോ. ദാറ്റ്സ് ഓൾ അബൌട്ട് വിപ്പോ. ഇനി ഇന്ത്യയിലെ GII അല്ലെങ്കിൽ ഇന്ത്യയിലെ ഗ്ലോബൽ ഇന്നോവേഷൻ ഇൻഡെക്സ്. ഫസ്റ്റ് ഇൻ സെൻട്രൽ ആൻഡ് സദേൺ ഏഷ്യ. ഇന്ത്യ നമ്മൾ നേരത്തെ പറഞ്ഞു 2025 38th പൊസിഷനിലാണ് ഇന്ത്യ ഉള്ളത്. അപ്പോൾ ഈ ഫസ്റ്റ് ഇൻ സെൻട്രൽ ആൻഡ് സദേൺ ഏഷ്യ, ഇന്ത്യ 38th globally but first in Central and Southern Asia because of its strong ICT means information and communication technology, exports and innovation culture. Cities in top 100 clusters are Bangalore, Delhi, Chennai and Mumbai. Bangalore, Delhi, Chennai and Mumbai is the top cities, top 100 cluster cities in India. ഇനി അടുത്ത ടോപ്പിക് വെരി ഇൻട്രസ്റ്റിംഗ് ആണ്. നാഷണൽ പാർക്സ് എന്ന് പറഞ്ഞാൽ നാഷണൽ പാർക്സ് വാസ് എ പ്രൊട്ടക്റ്റഡ് ഏരിയ ഡിക്ലെയർഡ് ബൈ ഗവൺമെൻറ് ഡിക്ലെയർ ചെയ്യുന്ന ഒരു പ്രൊട്ടക്റ്റഡ് ഏരിയ. അല്ലെങ്കിൽ ചില വൈൽഡ് ലൈഫ് ഫ്ലോറ ആൻഡ് ഫ്ലോണ ആയിരിക്കാം,
അല്ലെങ്കിൽ ചിലപ്പോൾ ചില വൈൽഡ് ലൈഫ് ആനിമൽസിനെ പറ്റിയായിരിക്കാം. അവരെ പ്രൊട്ടക്റ്റ് ചെയ്തുകൊണ്ട് കൊണ്ടുപോകാൻ, അല്ലെങ്കിൽ എൻഡാഞ്ചേർഡ് ആയിട്ടുള്ള ആനിമൽസിനെ പ്രൊട്ടക്റ്റ് ചെയ്തുകൊണ്ട് അവരെ കൂടുതൽ പ്രൊട്ടക്റ്റ് ചെയ്ത് അല്ലെങ്കിൽ പ്രൊമോട്ട് ചെയ്ത് കൊണ്ടുപോകാനുള്ള ഗവൺമെൻറ് ഡിക്ലെയർ ചെയ്യുന്ന ഏരിയാസാണ് ഈ നാഷണൽ പാർക്സ് എന്ന് പറയുന്നത്. ഇതിൻ്റെ മെയിൻ പർപ്പസ് എന്താ പറഞ്ഞാൽ ഞാൻ നേരത്തെ പറഞ്ഞ കൺസർവേഷൻ ഓഫ് വൈൽഡ് ലൈഫ്, ഫ്ലോറ, ഫൗണ ആൻഡ് പ്രൊട്ടക്ഷൻ ഓഫ് നാച്ചുറൽ എക്കോസിസ്റ്റം. National parks are protected under the Wildlife Protection Act 1972. Wildlife Protection Act 1972 ഇന്ത്യയിൽ നാഷണൽ പാർക്സ് പ്രൊട്ടക്റ്റ് ചെയ്യുന്നതിൻ്റെ മെയിനായിട്ടുള്ള ഒരു ആക്റ്റാണ് ദ വൈൽഡ് ലൈഫ് പ്രൊട്ടക്ഷൻ ആക്ട് 1972. ഇന്ത്യ ഹാസ് മോർ ദാൻ അല്ലെങ്കിൽ ഒരു 100+ നാഷണൽ പാർക്ക് ഉണ്ടെന്ന് തന്നെ വെക്കാം. അപ്പോൾ ഇന്ത്യയിലുള്ള ഫസ്റ്റ് നാഷണൽ പാർക്ക് ജിം കോർബറ്റ് നാഷണൽ പാർക്കാണ്. ഉത്തരാഖണ്ഡിലാണ്. ഇറ്റ് ഈസ് എസ്റ്റാബ്ലിഷ്ഡ് ഇൻ 1936 ആൻഡ് ഇനീഷ്യലി ഇറ്റ് ഈസ് നോൺ ആസ് ഹെയ്ലി നാഷണൽ പാർക്ക്. ജിം കോർബറ്റിനായിരുന്നു ആദ്യം ഇനീഷ്യലി നോൺ ആസ് ഹെയ്ലി നാഷണൽ പാർക്ക് ഇൻ ഉത്തരാഖണ്ഡ്. ഈസ് ദ ഫസ്റ്റ് ആൻഡ് ഓൾഡസ്റ്റ് നാഷണൽ പാർക്ക് ഇൻ ഇന്ത്യ. അവിടെ ഹയസ്റ്റ് ഡൈവേഴ്സിറ്റി ഓഫ് ടൈഗേഴ്സ് ആണ് 260. നമ്പർ പറയുകയാണെങ്കിൽ 260 ഹയസ്റ്റ് ഡൈവേഴ്സിറ്റി ഓഫ് ടൈഗേഴ്സ്. ലാർജസ്റ്റ് നാഷണൽ പാർക്ക് ഇൻ ഇന്ത്യ ഈസ് ഹെമിസ് നാഷണൽ പാർക്ക്. ലഡാക്കിലാണ് ലാർജസ്റ്റ് നാഷണൽ പാർക്ക് ഇൻ ഇന്ത്യ. ഹെമിസ് നാഷണൽ പാർക്ക് ലഡാക്കിലാണ്. അവിടെ മെയിനായിട്ട് പ്രൊട്ടക്റ്റ് ചെയ്യപ്പെടുന്ന സ്നോ ലെപ്പേർഡ്സ് ആൻഡ് ഹൈ ആൾട്ടിറ്റ്യൂഡ് വൈൽഡ് ലൈഫ്സിനെയാണ്. സ്നോ ലെപ്പേർഡിനും ഹൈ ആൾട്ടിറ്റ്യൂഡിൽ ജീവിക്കുന്ന ജീവികളെയാണ് മെയിനായിട്ട് ഈ ഏരിയയിൽ പ്രൊട്ടക്റ്റ് ചെയ്യുന്നത്. ഡെസേർട്ട് നാഷണൽ പാർക്ക് രാജസ്ഥാനാണ്. നമുക്കറിയാം ഡെസേർട്ടഡ് ആയിട്ടുള്ള അല്ലെങ്കിൽ ലാർജ് ഡെസേർട്ടഡ് ഏരിയാസ് ഉള്ള ഒരു സ്റ്റേറ്റ് എന്ന് പറയുന്നത് നമുക്ക് രാജസ്ഥാനാണ്. ഈ രാജസ്ഥാനാണ് ഡെസേർട്ട് നാഷണൽ പാർക്ക്. ലാർജസ്റ്റ് ഡെസേർട്ട് നാഷണൽ പാർക്കാണ് ഈ രാജസ്ഥാനിലുള്ള. മെയിനായിട്ട് പ്രൊട്ടക്റ്റ് ചെയ്യുന്നത് ഡെസേർട്ട് ആൻഡ് ആരിഡ് ഏരിയാസ്. ഹെമിസ് നാഷണൽ പാർക്ക് ലഡാക്കിലും സ്നോ ലെപ്പേർഡും ഹൈ ആൾട്ടിറ്റ്യൂഡിലുള്ള ആനിമൽസും. ലാർജസ്റ്റ് ഡെസേർട്ട് നാഷണൽ പാർക്ക് രാജസ്ഥാനിലാണ്. പിന്നെ ലാർജസ്റ്റ് നാഷണൽ പാർക്ക് ഗംഗോത്രി നാഷണൽ പാർക്കാണ്. ഗംഗോത്രി നാഷണൽ പാർക്ക് പ്രൊട്ടക്ട്സ് ദ ഹിമാലയൻ എക്കോസിസ്റ്റം ഇൻ ദ കൺട്രി. ഹിമാലയൻ എക്കോസിസ്റ്റം പ്രൊട്ടക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ ഗംഗോത്രി നാഷണൽ പാർക്ക് ഉത്തരാഖണ്ഡിൽ ഉള്ളത്. ഇതൊക്കെയാണ് ലാർജസ്റ്റ് നാഷണൽ പാർക്സ് ഇൻ ഇന്ത്യ. ലാർജസ്റ്റ് നാഷണൽ പാർക്ക് ഇൻ വേൾഡ് ആണ് നോർത്ത് ഈസ്റ്റ് ഗ്രീൻലാൻഡ് നാഷണൽ പാർക്ക് ഇൻ ഗ്രീൻലാൻഡ്. നോർത്ത് ഈസ്റ്റ് ഗ്രീൻലാൻഡ് നാഷണൽ പാർക്ക്. കവിർ നാഷണൽ പാർക്ക് ഇറാനിലാണ്. അതേപോലെ ക്വിറ്റിൻ പാർക്ക് നാഷണൽ പാർക്ക് ഇൻ കാനഡ. അപ്പോൾ ഇതൊക്കെയാണ് ലാർജസ്റ്റ് നാഷണൽ പാർക്ക് ഇൻ ഇന്ത്യ. ഹെമിസ് നാഷണൽ പാർക്ക്, ഡെസേർട്ട് നാഷണൽ പാർക്ക് രാജസ്ഥാനിൽ, ഗംഗോത്രി നാഷണൽ പാർക്ക് ഉത്തരാഖണ്ഡിൽ. പിന്നെ ഇത് ലാർജസ്റ്റ് നാഷണൽ പാർക്ക് ഇൻ വേൾഡ്. നോർത്ത് ഈസ്റ്റ് ഗ്രീൻ നാഷണൽ പാർക്ക്, കവിർ നാഷണൽ പാർക്ക് ഇൻ ഇറാൻ ആൻഡ് ക്വിറ്റിൻ പാർക്ക് നാഷണൽ പാർക്ക് ഇൻ കാനഡ. നോട്ടബിൾ നാഷണൽ പാർക്കിനെ പറ്റി നമുക്ക് പറയാം. കാസിരംഗ നാഷണൽ പാർക്ക് ആസാമിലാണ്. മെയിനായിട്ട് ചോദിക്കുന്ന ഒരു ഏരിയ ആയിട്ട് നമുക്ക് പറയാം കാസിരംഗ നാഷണൽ പാർക്ക്. യുനെസ്കോ ഫോർ നാച്ചുറൽ വേൾഡ് ഹെറിറ്റേജ് സൈറ്റ്, ഫേമസ് ഫോർ one-horned rhinoceros, tigers, elephants and rich grasslands and wetlands. അപ്പോൾ കാസിരംഗ നാഷണൽ പാർക്ക് യുനെസ്കോ വേൾഡ് ഹെറിറ്റേജ് സൈറ്റാണ്. അപ്പോൾ ഫേമസ് ഫോർ one-horned rhinoceros. പിന്നെ പറയുന്ന കിലാഡിയോ ഗാന നാഷണൽ പാർക്ക് യുനെസ്കോ വേൾഡ് ഹെറിറ്റേജ് സൈറ്റ്. പ്രീമിയം ഹാബിറ്റാറ്റ് ഫോർ മൈഗ്രേറ്ററി ബേർഡ് ലൈക്ക് സെബേറിയൻ ക്രാൻസ്. പിന്നെ മാനസ് നാഷണൽ പാർക്ക് ആസാമിലാണ്. യുനെസ്കോ റെക്കഗ്നൈസ്ഡ് ബയോഡൈവേഴ്സിറ്റി ഹോട്ട്സ്പോട്ട്. ടൈഗേഴ്സ്, എലിഫൻറ്റ്, വൈൽഡ് വാട്ടർ ബഫലോ, റൈൽ ബേർഡ്സ് അങ്ങനെ. പിന്നെ നന്ദാദേവി ആൻഡ് വാലി ഓഫ് ഫ്ലവേഴ്സ് ഉത്തരാഖണ്ഡിലാണ്. ട്വിൻ പാർക്ക് നോൺ ഫോർ മാജസ്റ്റിക് പീക്സ് ആൻഡ് ആൽഫൈൻ
flora. Sundarban National Park, UNESCO Heritage for mangrove forest, Royal Bengal tigers and crucial ecosystem. ഈ സുന്ദർബൻ നാഷണൽ പാർക്കും കാസിരംഗെ ഇടയ്ക്ക് ചോദിച്ച് കണ്ടിട്ടുണ്ട്. ഈ സുന്ദർബൻ നാഷണൽ പാർക്ക് ഈസ് ദ വേൾഡ് ലാർജസ്റ്റ് മാംഗ്രോവ് ഫോറസ്റ്റ് ആണ്. വേൾഡ് ലാർജസ്റ്റ് മാംഗ്രോവ് ഫോറസ്റ്റ് ഇന്ത്യയിലാണ്. അത് സുന്ദർബൻ നാഷണൽ പാർക്കാണ്, വെസ്റ്റ് ബംഗാൾ. പിന്നെ ഗ്രേറ്റ് ഹിമാലയൻ നാഷണൽ പാർക്ക്, ആൽഫൈൻ ലാൻഡ്സ്കേപ്പ് ആൻഡ് സ്നോ ലെപ്പേർഡ്സ് ആൻഡ് പിന്നെ ഹെമിസ് നാഷണൽ പാർക്ക് നമ്മൾ പറഞ്ഞു. പിന്നെ കഞ്ചൻജോംഗ നാഷണൽ പാർക്ക്, മിക്സഡ് ഹെറിറ്റേജ് ഓഫ് യുനെസ്കോ സൈറ്റ്, ഹൈ ആൾട്ടിറ്റ്യൂഡ് ബയോഡൈവേഴ്സിറ്റി ഇൻക്ലൂഡിംഗ് റെഡ് പാൻഡാസ്. പിന്നെ നംദഫ നാഷണൽ പാർക്ക് ഇതൊക്കെ. പിന്നെ ജിം കോർബറ്റ് നമ്മൾ നേരത്തെ പറഞ്ഞു, ഇന്ത്യസ് ഓൾഡസ്റ്റ് നാഷണൽ പാർക്കാണ്. പിന്നെ കൻഹ നാഷണൽ പാർക്ക് ഇൻസ്പിറേഷൻ ഫോർ മധ്യപ്രദേശിലുള്ളതാണ്. ഇൻസ്പിറേഷൻ ഫോർ ജംഗിൾ ബുക്ക്, ടൈഗേഴ്സ്, ബാരസിംഗ ലെപ്പേർഡ്സ്, റിച്ച് ഫോറസ്റ്റ് ഹെറിറ്റേജ്. പിന്നെ ബദവർഗ് നാഷണൽ പാർക്ക് മധ്യപ്രദേശിലാണ്. ഹൈ ടൈഗർ ഡൈവേഴ്സിറ്റി ആൻഡ് ഹിസ്റ്റോറിക് ഫോൺ. പിന്നെ ഇനിയുള്ള ലാസ്റ്റ് ടോപ്പിക്കാണ് അഗ്രികൾച്ചർ റെവല്യൂഷൻസ് ഇൻ ഇന്ത്യ. ഇതിൽ മെയിനായിട്ടുള്ള അഗ്രികൾച്ചർ റെവല്യൂഷൻ ഗ്രീൻ റെവല്യൂഷൻ. നമുക്കറിയാം റാപ്പിഡ് അല്ലെങ്കിൽ ഫീൽഡ് എന്ന് പറയുന്ന വീറ്റ് ആൻഡ് റൈസ് പ്രൊഡക്ഷനാണ്. ഫാദർ എന്ന് പറയുന്ന MS സ്വാമിനാഥൻ. ദ മെയിൻ ഒബ്ജക്റ്റീവ് എന്ന് പറയുന്നത് ഇൻക്രീസ് ഫുഡ് ഗ്രെയിൻസ് പ്രൊഡക്ഷൻ യൂസിങ് HYV സീഡ്സ് വെച്ച്. ഇത് സ്റ്റാർട്ട് ചെയ്തത് 1960-ലാണ്. ഒരു ഫിമെയിൻ അല്ലെങ്കിൽ ഒരു ഫുഡ് സ്റ്റോറേജ് അല്ലെങ്കിൽ ഹെവി ഇമ്പോർട്ട് ഓഫ് ഫുഡ് മെറ്റീരിയൽസ് ഫ്രം ഔട്ട്സൈഡ് ഇന്ത്യ ഒക്കെ വന്ന് ഒരു ഫിമെയിൻ അല്ലെങ്കിൽ ഒരു പോവർട്ടി, ഫാമിൻ, ഒരു ഫുഡ് ഷോർട്ടേജ് ഒക്കെ ഉള്ള ഒരു പട്ടിണിയും പരിവട്ടമായിട്ട് ജീവിച്ചു പോയിരിക്കുന്ന ഒരു കാലത്ത് ഇന്ത്യനെ പൊക്കിക്കൊണ്ടുവരാൻ അല്ലെങ്കിൽ ഒരു സെൽഫ് സഫിഷ്യൻ്റ് ആവാൻ വേണ്ടിയിട്ട് ഇൻട്രൊഡ്യൂസ് ചെയ്ത് ഒരു റെവല്യൂഷനാണ് ഗ്രീൻ റെവല്യൂഷൻ. HYV സീഡ്സും മോഡേൺ ടെക്നിക്സ് ഒക്കെ യൂസ് ചെയ്ത് ഈ വീറ്റ് പ്രൊഡക്ഷൻ, റൈസ് പ്രൊഡക്ഷൻ ഒക്കെ ഇൻക്രീസ് ചെയ്ത് ഒരു സെൽഫ് സഫിഷ്യൻറ്റ് ഫുഡ് ഗ്രെയിൻസിൽ ഒരു സെൽഫ് സഫിഷ്യൻറ്റ് ആവാന്നുള്ള ഒരു എയിമോട് കൂടിയാണ് ഈ റെവല്യൂഷൻ തുടങ്ങിയത് മിഡ് 1960s. വേൾഡിൽ ഇതിൻ്റെ ഫാദർ എന്ന് പറയുന്നത് നോർമൻ ബോർലോങ് ആണ്. ആണ് ഇതിൻ്റെ വേൾഡ് ഫാദർ. ഇന്ത്യയിൽ ഇതിൻ്റെ ഫാദർ MS സ്വാമിനാഥൻ. പിന്നെ വൈറ്റ് റെവല്യൂഷൻ മെയിനായിട്ട് 3 ഫേസസ് ഉണ്ട്. ഫസ്റ്റ് ഫേസ് 1970 to 80, 81 to 85, 85 to 86. അപ്പോൾ ഈ 1970s ഈ വൈറ്റ് റെവല്യൂഷൻ സ്റ്റാർട്ട് ചെയ്തതെന്ന് നമുക്ക് പറയാം. മിൽക്ക് ആൻഡ് ഡയറിനെ കുറിച്ചാണ് ഈ വൈറ്റ് റെവല്യൂഷൻ പറയുന്നത്. ഡോക്ടർ വർഗീസ് കുര്യൻ, നമുക്കറിയാം അമൂലിൻ്റെയൊക്കെ ഒരു ഫാദറാണ്. ബൂസ്റ്റ് ദ മിൽക്ക് പ്രൊഡക്ഷൻ ത്രൂ ഓപ്പറേഷണൽ ഫ്ലഡ്. ഒരു കോർപ്പറേറ്റ് മോഡലാണ് അവർ കണ്ടത്. അങ്ങനെ ഒരു അമൂൽ എന്ന് പറഞ്ഞ ഒരു കമ്പനി ഇതാക്കിയ ഒരു ഓവറോൾ ഒരു മിൽക്ക് പ്രൊഡക്ഷൻ ഇൻക്രീസ് ചെയ്യുകയും ചെയ്തു. ഇതാണ് മെയിനായിട്ടുള്ളത്. ബാക്കിയൊക്കെ നമുക്ക് ആരാന്നൊക്കെ മാത്രം നോക്കി പോയാൽ മതി. ബ്ലൂ റെവല്യൂഷൻ ഫിഷറീസ് ആൻഡ് അക്വാകൾച്ചറാണ്. ഡോക്ടർ അരുൺ കൃഷ്ണൻ. ഇത് ഇൻക്രീസ് ദ ഫിഷ് പ്രൊഡക്ഷൻ ആൻഡ് ഫിഷർമാൻസ് ഇൻകം. യെല്ലോ റെവല്യൂഷൻ ഉണ്ട്. ഓയിൽ സീഡ്സ് ആണ്. സാംപിത്രോഡ ആണ് ഇതിൻ്റെ ഫാദറായിട്ട് വരുന്നത്. അച്ചീവ് സെൽഫ് റിലയൻസ് ഇൻ എഡിബിൾ ഓയിൽസ്. അടുത്തത് വരുന്നത് പിങ്ക് റെവല്യൂഷൻ എന്ന് പറയുന്നത് മീറ്റ്, ഓണിയൻ, ഫാർമ എന്നൊക്കെ വരും. ദുർഗേഷ് പട്ടേലാണ് ഇതിൻ്റെ ഫാദർ. പ്രൊമോട്ട് മീറ്റ് പ്രോസസ്സിംഗ് ആൻഡ് എക്സ്പോർട്സ്. പിന്നെ റെഡ് റെവല്യൂഷൻ ടൊമാറ്റോ ആൻഡ് മീറ്റ്. വിശാൽ തിവാരി ടു ഇംപ്രൂവ് ദ പ്രൊഡക്ടിവിറ്റി ഇൻ മീറ്റ് ആൻഡ് ടൊമാറ്റോ സെക്ടർ. സിൽവർ റെവല്യൂഷൻ വരുന്നുണ്ട്. സിൽവർ റെവല്യൂഷൻ മെയിനായിട്ട് പറയുന്നത് എഗ് ആൻഡ് പോൾട്രി ഇൻക്രീസിനെ പറ്റിയാണ്. ഇന്ദിരാഗാന്ധിയാണ് ഇതിൻ്റെ മെയിനായിട്ട് പ്രൊമോട്ടറായിട്ടാണ് ഇന്ദിരാഗാന്ധി. ഒബ്ജക്റ്റീവ് ടു റാപ്പിഡ് ഗ്രോത്ത് ഇൻ എഗ് ആൻഡ് പോൾട്രി പ്രൊഡക്ഷൻ. പിന്നെ ഗോൾഡൻ റെവല്യൂഷൻ ഫ്രൂട്ട്സ്, ഹണി, ഹോർട്ടിക്കൾച്ചറൊക്കെ ഗോൾഡൻ റെവല്യൂഷനിൽ വരും. കണക്ട് ചെയ്ത് പഠിച്ചാൽ മതി. ഇത് നല്ല സുഖമായി കളർ വെച്ച് ഇതിൻ്റെ ഫീൽഡും വെച്ച് കണക്ട് ചെയ്യാൻ
കുറച്ച് സുഖമുള്ളൊരു ഇതാണ്. അപ്പോൾ ഫാദർ വരുന്ന നിർപ്പക് to change, expand horticulture and export potential. പിന്നെ ബ്രൗൺ റെവല്യൂഷൻ വരുന്നുണ്ട്, ലെതർ ആൻഡ് കൊക്കോ ആണ്. ഹിർലാൽ ചൗധരി, ഡെവലപ്മെൻറ്റ് ഓഫ് ലെതർ ആൻഡ് കൊക്കോ സെക്ടേഴ്സ്. ഗ്രേ റെവല്യൂഷൻ ഉണ്ട്, ഫെർട്ടിലൈസേഴ്സ് പ്രൊഡക്ഷനിലാണ് ഇത് മെയിനായിട്ട്. ഇൻക്രീസ് ദ ഫെർട്ടിലൈസർ അവൈലബിലിറ്റി. കെ എം മുൻഷിയാണ് ഇതിൻ്റെ എന്ത് ഫാദറായിട്ട് വരുന്നത്. റൗണ്ട് റെവല്യൂഷൻ, പൊട്ടറ്റോ റൗണ്ട് റെവല്യൂഷൻ പൊട്ടറ്റോ പ്രൊഡക്ഷൻ ഇൻക്രീസ് ചെയ്യാൻ വേണ്ടി, അച്ചീവ് സെൽഫ് സഫിഷ്യൻസി ഇൻ പൊട്ടറ്റോ പ്രൊഡക്ഷൻ. എസ് കെ ചക്രബൂർത്തി ആണ് ഇതിൻ്റെ ഫാദറായിട്ട് വരുന്നത്. എവർഗ്രീൻ റെവല്യൂഷൻ, സസ്റ്റൈനബിൾ അഗ്രികൾച്ചറിനെ പറ്റിയാണ്. ഇതിൻ്റെ ഫാദറും എം എസ് സ്വാമിനാഥൻ. വൈറ്റ് റെവല്യൂഷൻ്റെ സെയിം ഫാദറാണ് ഇതിനും വരുന്നത്. ഒബ്ജക്റ്റീവ് ടു ഹൈ പ്രൊഡക്ടിവിറ്റി വിത്ത് എക്കോളജിക്കൽ സസ്റ്റൈനബിലിറ്റി. ഇതൊക്കെയാണ് മെയിനായിട്ട് വരുന്ന അഗ്രികൾച്ചർ റെവല്യൂഷണറി ഏരിയാസ്. ദാറ്റ്സ് ഓൾ. ഇതൊക്കെയാണ് ക്ലാസ്സിൽ മെയിനായിട്ട് പറയേണ്ട ഒരു GK ഏരിയാസ്. മനസ്സിലായോ? മീൻസ് എന്തെങ്കിലും ഡൗട്ട്സ്, എന്തെങ്കിലും കാര്യമുണ്ടോ? PPT നോട്ട്സൊക്കെ ഷെയർ ചെയ്യുന്നതാണ് കേട്ടോ ഗ്രൂപ്പിൽ. Then okay, thank you. ഒന്നും പറയാം.